on to silent mode. Now, we are entering to the second technical session of the day, and the speaker of the session is Dr. Sunita TV, Associate Professor, Department of Cultural Heritage Studies from Tunjat Eഴുത്തച്ഛൻ Malayalam University. And for sharing the session, I would like to invite Surjit sir from Department of Malayalam, MES Kaladi College. I request Surjit sir to introduce our speaker. Sir, please. ഹലോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളേജിൽ മലയാളത്തിന് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാനാകുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഗസ്റ്റായിട്ടുള്ള രജിത ടീച്ചറും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് എയ്ഡഡ് സെഷനിൽ മലയാളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം UG ഇല്ല, മലയാളം PG ഇല്ല, സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്നിരിക്കൂ എന്ന് നമുക്ക് നിർബന്ധപൂർവ്വം പറയാൻ മലയാളത്തിൻ്റെതായിട്ടുള്ള കുട്ടികളില്ല എന്നുള്ളതാണ് മലയാള ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായ്പ്പോഴും ഇവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ നമുക്കൊരിക്കലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളില്ലാത്ത അവസ്ഥ വരാറില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടും മലയാളം എന്നുള്ള ഭാഷയോടും അതിൻ്റെ സാഹിത്യത്തോടും ഒക്കെ താല്പര്യമുള്ള ആളുകൾ പലപ്പോഴും വന്നിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള താല്പര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്നേഹങ്ങളോടും നന്ദി അറിയിക്കുകയാണ്. അധികാരമില്ലാത്തവരുടെ സാമ്രാജ്യ നിർമ്മിതികൾ, യമയുടെ കഥാലോകം എന്ന വിഷയമാണ് പ്രിയപ്പെട്ട സുനീത ടീച്ചർ ഇവിടെ സംസാരിക്കുന്നത്. സുനീത ടീച്ചർ മലയാളം സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അതിനു മുമ്പ് ഗുരുവായൂരപ്പൻ കോളേജിൽ, സമൂരിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോട്, അവിടെ മലയാളം വിഭാഗത്തിലെ അധ്യാപികയായിരുന്നു. ആ സമയത്ത് ടീച്ചർ എൻ്റെ അധ്യാപികയായിരുന്നു. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നമുക്ക് ടീച്ചറെ എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഏറ്റവും ആ പട്ടികയിൽ വളരെ ഉയർന്ന സ്ഥാനത്താണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ. ടീച്ചർ അതിനു മുമ്പ് മാധ്യമപ്രവർത്തകയായിട്ട് ഏഷ്യാനെറ്റിലാണ് ടീച്ചറുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എന്നാണ് എൻ്റെ അറിവ്. മാധ്യമപ്രവർത്തനത്തിലും അതിനുശേഷം സാഹിത്യ പ്രവർത്തനത്തിലും വിചാര പ്രവർത്തനങ്ങളിലും ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ടീച്ചറാണ്. ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും പ്രഭാഷകയും ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫെമിനിസ്റ്റാണ്. ടീച്ചറുടെ പ്രസംഗത്തിൽ അതൊക്കെ വന്നു ചേരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും കഥ മനുഷ്യരിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമാവും ഇവിടെ ഉണ്ടാവുക എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിലെ വിരസമായ സെമിനാർ കേൾക്കുന്നത് പോലെ കേട്ട് കളയാതെ വളരെ താല്പര്യത്തോടു കൂടി ടീച്ചറുടെ പ്രഭാഷണം കേൾക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതവുമായി, സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായി, ഫെമിനിസവുമായി, എഴുത്തുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന കൗതുകങ്ങളും സംശയങ്ങളൊക്കെ ടീച്ചറോട് ചോദിച്ചിട്ട് അതിന് സമാധാനം കണ്ടെത്തുക. എല്ലാവരെയും പിന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ സംസാരിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് കയ്യിൽ തന്നാൽ മതി. ഇത് വലിയ സ്പേസാണ് ഇങ്ങോട്ട്. പൊടി ഇന്നോട്ടെ. MES കല്ലടി കോളേജിലെ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണ് ഈ കോളേജിൽ വരാനൊരു അവസരം കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളിലെല്ലാം കൊണ്ടും ശ്രദ്ധേയനായ, മാഷ ഇരുത്തിയും കൊണ്ട് പറയുന്നതല്ല, ശ്രദ്ധേയനായ പ്രിയപ്പെട്ട സുർജിത്ത് ഇവിടെ അധ്യാപകനായിരിക്കുമ്പോൾ വരിക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ഇവിടുത്തെ അധ്യാപകർക്ക് നല്ലോണം മനസ്സിലാവും നമ്മുടെ വിദ്യാർത്ഥികളുടെ വിജയം നമ്മുടെ വിജയം തന്നെയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലാവുമെന്നറിയില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മക്കളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ വിജയം ആത്യന്തികമായി നമ്മുടെ വിജയം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പല പല സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരാവശ്യത്തിന് കുട്ടികളെ കൂടെ ചെല്ലേണ്ടി വന്നപ്പോൾ അവിടുന്ന് ഒരാൾ ഓടി വന്നു. പിന്നെ പല സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിൽ, പിന്നെ എവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ അവിടുന്ന് എണീറ്റ് വരും എന്നുള്ളതാണ് നമ്മുടെ അധ്യാപകരുടെ സന്തോഷങ്ങളിലൊന്ന്. അത് ഇവിടുത്തെ അധ്യാപകർക്കൊക്കെ അറിയും, ഞങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു സൗഭാഗ്യമാണത്. വിഷയത്തിലേക്ക് വരാം. എനിക്കറിയാം സുർജിത്തിന് പരിഭ്രമമാണ്, കാരണം മലയാളം കുട്ടികളല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മലയാള സാഹിത്യം മലയാള പഠിക്കുന്ന കുട്ടികളുടെ മാത്രം വിഷയമല്ല. ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതം തന്നെയാണ് വിഷയം, നമ്മുടെ ജീവിതം തന്നെയാണ്, നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഒട്ടും അന്യമല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഇതിലൊരു വിഭാഗങ്ങളുടെ വേർതിരിവില്ല. മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, നമ്മുടെ എല്ലാവരുടെയും വിഷയം, നമുക്ക് എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതവും പരിസരവും തന്നെയാണ് ഇവിടെ ചർച്ചയിൽ കടന്നു വരുന്നത്. മലയാളത്തിൽ മലയാള ചെറുകഥയെ പല ഘട്ടങ്ങളായിട്ടിരിക്കാം. 2010കളോടെ മലയാള ചെറുകഥയിൽ വന്ന ഒരു പുതിയ തലമുറയുണ്ട്. അവരെ ഉത്തരാധുനികർ എന്നോ സമകാല കഥാകൃത്തുക്കൾ എന്നൊക്കെ വിളിക്കും. പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ പല പേരുകൾ വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട വളരെ ശ്രദ്ധേയയായ ഒരു കഥാകാരിയാണ്, അവരെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. യമ എന്നാണ് ആ കഥാകാരിയുടെ പേര്. അപ്പോൾ പിന്നെ യമയെ നിങ്ങൾ അറിയും. ഒരു സിനിമയിൽ അവരൊരു പോലീസ് ഇൻസ്പെക്ടറുടെ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ യമയെ അറിയും. പക്ഷേ യമയുടെ മറ്റൊരു പ്രത്യേകത, അവരൊരിക്കലും അവരുടെ സ്വകാര്യ ജീവിതം അവർ വിചാരിക്കാത്തതിന് അപ്പുറത്തേക്ക് പരസ്യപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ഒരു എഴുത്തുകാരിയാണ് എന്നുള്ളത് കൊണ്ട്, അവർ വിചാരിക്കുന്ന അത്ര മാത്രമേ അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ മിസ്റ്ററിയും കുറേയൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളെ കൂടിക്കലർന്നൊരു സവിശേഷ വ്യക്തിത്വമാണ് യമയുടേത്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. ആദ്യം യമയുടെ ഒരു നോവലിലൊരു ചെറിയ രംഗം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥയിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് മനസ്സിൽ സങ്കല്പിക്കാം. വീടിൻ്റെ അടുത്ത് ഒരു വീട്, നമുക്കെല്ലാവർക്കും വീടുകളുണ്ട്. നമ്മളൊക്കെ വീടുകളുടെ അന്നാകരണയിൽ പറയുന്നുണ്ട്, സന്തോഷമായ വീടുകളെല്ലാം ഒരേപോലെയാണ്. എന്നാൽ അശാന്തമായ വീടുകളെല്ലാം അതിൻ്റെതായ രീതിയിൽ അശാന്തമാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ശാന്തമോ അശാന്തമോ ഏതൊക്കെയോ വീടുകളിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു വീട്, ആ വീടിനടുത്ത് ഒരു പൊന്തക്കാടുണ്ട്. ആ പൊന്തക്കാടിൻ്റെ ഒരു വശത്തായി ഒരു പെൺകുട്ടി ഇങ്ങനെ മറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് മനസ്സിൽ കാണാം. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഈ പറയുന്നത് മനസ്സിൽ കാണാം. ഒരു പെൺകുട്ടി ഒരു പൊന്തക്കാടിനടുത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ മുഖം കരഞ്ഞ് വറ്റി ചുവന്ന് വീർത്ത് കണ്ണ് ആണ് ഇരിക്കുന്നത്. അവൾ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് പേടിച്ചിട്ട്. അവളുടെ വീടിൻ്റെ മുമ്പിൽ തടിച്ചു ഉയരമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ അക്ഷമനായി നിൽക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അലറി വിളിച്ചുകൊണ്ട് ഒരു തടിക്കഷ്ണവും പിടിച്ച് ആ വീടിന് ചുറ്റും ഓടി നടക്കുന്നുണ്ട്. അവരുടെ അമ്മ കരഞ്ഞ് വായിലൊക്കെ കൈയൊക്കെ കുത്തിത്തിരുകി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ആണുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഒളിച്ചിരിക്കുന്ന ആ ഇടത്തേക്ക്, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആരോ ഇങ്ങനെ ചെറിയ കല്ല് പെറുക്കി എറിയുന്നുണ്ട്. അപ്പോൾ വീടിനകത്ത് നിക്കപ്പുറത്തില്ലാതാണ് കുട്ടി ഒളിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പുറത്ത് ഒളിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ മേലേക്ക് ആരോ കല്ല് പെറുക്കി എറിയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അത് താൻ പ്രദർശിപ്പിക്കുന്ന തൻ്റെ ജനനേന്ദ്രിയം അവൾ കാണാൻ വേണ്ടിയിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരാൾ അവളുടെ മേലേക്ക് എറിയാണ്.
ആ തെറി വിളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ അവളുടെ അർദ്ധ സഹോദരനാണ്. മറ്റൊരാൾക്ക് അവളെ വിൽക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് ആളെയും കൂട്ടി വന്നിരിക്കുകയാണ് അയാൾ. അപ്പോൾ ഇതാണ് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയായിട്ട് യമ അവരുടെ ആദ്യത്തെ നോവലിൽ അവതരിപ്പിച്ചത്. ഞാൻ വീണ്ടും പറയാം, സ്വന്തം വീട്ടിനകത്ത് നിൽക്കാൻ വയ്യാതെ വീടിന് പുറത്ത് ഒളിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ മേലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് അവിടെ എക്സിബിഷൻ നടത്തിക്കൊണ്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളി നിൽക്കുന്നു. ഇതാണ് ഇങ്ങനെ വീടും പുറം ലോകവും. നമുക്ക് വളരെ സാമാന്യമായിട്ട് നമ്മുടെ ജീവിത പരിസരങ്ങൾ വീടും പുറം ലോകമാണല്ലോ. വീടും പുറം ലോകവും ഒരേപോലെ തീപ്പൊള്ളൽ അനുഭവിക്കുന്ന കേരളീയ സ്ത്രീ ജീവിതം യമ വരച്ചിട്ടതാണ്. വീടിനകത്തും സമാധാനമില്ല, പുറത്തും സമാധാനമില്ല. പുറം ലോകത്ത് നമ്മൾ പറയും അകത്ത് സമാധാനം അല്ലെങ്കിൽ പുറത്തുണ്ടെന്ന് പറയും. പുറത്തില്ലെങ്കിൽ നമുക്ക് അകത്തുണ്ട്. അകവും പുറവും ഒരുപോലെ പൊള്ളിക്കുന്ന സ്ത്രീയുടെ ജീവിതം യമ വരച്ചിട്ടതാണ്. അവരുടെ ആദ്യത്തെ നോവലായ പിപീലികയിലാണ്. വീടിനകവും പുറവും ഒരുപോലെ അസഹ്യമാവുന്ന കേരളീയ യാഥാർത്ഥ്യത്തെ, സ്ത്രീ ജീവിത യാഥാർത്ഥ്യത്തെ അനുഗ്രഹീതമായ സർഗാത്മകത കൊണ്ട് സർഗാത്മകമായ ഉന്മാദം കൊണ്ട് യമ വരച്ചിട്ടത് ഇങ്ങനെയാണ്. അവരുടെ ആദ്യത്തെ യമ എന്ന് പറയുന്ന ആളെ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. പിപീലിക എന്ന് പേരുള്ള 60-ൽ താഴെ പേജുള്ള ഒരു ചെറിയ നോവൽ മാതൃഭൂമിയിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് യമ മലയാള കഥാലോകത്ത് കടന്നു വരുന്നത്. അവിടെ സവിശേഷമായ സ്ഥാനം ഉറപ്പിക്കുന്നത്. പിപീലിക എന്ന വാക്കിനർത്ഥം ബംഗാളി ഭാഷയിൽ ഉറുമ്പ് എന്നാണ്. നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ പേരും ഈ പിപീലിക എന്നാണ്. നോവലിന്റെ പേരും ആ പെൺകുട്ടിയുടെ പേരും പിപീലിക എന്നാണ്, ഉറുമ്പ് എന്നർത്ഥം. ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ട്? ആനന്ദിന്റെ ആ നോവൽ അവസാനിക്കുന്നത് ഗോവർദ്ധനെ ഉറുമ്പുകളുടെ ജാഥയിൽ പങ്കുചേരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അപ്പം അത് ഉറുമ്പുകളുടെ ജാഥയിൽ പങ്കുചേരുന്ന ഉറുമ്പിൻ്റെ തുല്യമായ, ഉറുമ്പിന് സമാനമായ ഗോവർദ്ധനാണെങ്കിൽ ഇത് ഉറുമ്പുകളുടെ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് യമ അവരുടെ ആദ്യ നോവലിൽ അവതരിപ്പിച്ചത്. ഉറുമ്പുകളെ പോലെ പണിയെടുക്കാനും അതേസമയം അദൃശ്യരും നിസ്സാരരുമാവാനും വലിയവരുടെ കാലടികളിൽപ്പെട്ട് ഞെരിഞ്ഞ് ചാവാനും വിധിക്കപ്പെട്ട ഏറ്റവും നിസ്വരും ബഹിഷ്കൃതരും പീഡിതരുമായ മനുഷ്യരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് യമ കഥയരങ്ങത്തെത്തുന്നത്. ആരാന്നറിയാം? അവര് നമ്മൾ മലയാളികൾ ലോകം മുഴുവൻ ഉണ്ട് അല്ലേ? ചന്ദ്രനിൽ പോയാലും ഒരു കട്ടൻ ചായ എടുക്കട്ടെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മലയാളി വരും എന്ന് പറയുമ്പോൾ ഇങ്ങനെ മലയാളികൾ മലയാളി ഇല്ലാത്ത 2-3 സ്ഥലങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്, രാജ്യങ്ങൾ. അതിലൊന്ന് നോർത്ത് കൊറിയ ആണെന്നാൾ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മലയാളികൾ മറ്റ് രാജ്യങ്ങളിൽ പോയതിൻ്റെ കഥകൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടേക്ക് വന്ന മറ്റ് മറുനാട്ടുകാരുടെ ജീവിതം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ്. അവിടേക്കാണ് യമ ആദ്യമായി അവരുടെ കണ്ണ് പതിപ്പിച്ചത്. അവരുടെ മറുനാട്ടുകാരെ സമാന്തര ജീവിതം, കേരളത്തിനകത്തെ മറ്റൊരു സമാന്തരമായ ബദൽ കേരളം അവതരിപ്പിക്കുന്നു. അവിടെ അതിനുള്ളിൽ തന്നെ ഏറ്റവും അപമാനിതമായ, എല്ലാത്തിനെയും ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് കഴിയുന്ന അപമാനിതമായ സ്ത്രീകളുടെ ദുരിത ജീവിതവും ഒക്കെയാണ് യമയുടെ ആദ്യ നോവലിൽ വരുന്നത്. മാത്രമല്ല, മഹാദേവ് കർമാക്കർ എന്ന ഒരു ബംഗാളിയായ തൊഴിലാളിയുടെ കണ്ണിലൂടെ കേരളീയ ജീവിതവും അയാൾ കാണുന്ന കേരളവും ഒക്കെ ആണ് പിപീലികയിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ബസ് സ്റ്റാൻഡുകളിലും അല്ലേ പല കവലകളിലും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നതും പണിയെടുക്കുന്നതും കണ്ടിട്ടുണ്ടാവും. അവരുടെ ആന്തര ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സന്തോഷ് എച്ചിക്കാരത്തിൻ്റെ ബിരിയാണിയിലുണ്ട്. അങ്ങനെ പല കഥകളിലും കുറേശ്ശെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല. നമുക്കൊരു അജ്ഞാത ദേശമാണ് കേരളത്തിനകത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവിക്കുന്ന ഈ അവരുടെ ആന്തര ലോകം. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അജ്ഞാത ലോകമാണ്. നമ്മൾ പലപ്പോഴും പേടിയോടെയും പലപ്പോഴും ഇഷ്ടമല്ലാതെയും പലപ്പോഴും വെറുപ്പോടു കൂടിയൊക്കെ നോക്കുന്ന, പുച്ഛത്തോടു കൂടിയൊക്കെ നോക്കുന്ന ഇവരുടെ ആന്തര ലോകം മലയാള കഥാലോകത്ത് അതിശക്തമായി കൊണ്ടുവന്നുകൊണ്ടാണ് യമ മലയാള കഥാലോകത്ത് എത്തിയത്. അതോടുകൂടി തന്നെ യമയുടെ രാഷ്ട്രീയം, നിലപാടുകൾ വ്യത്യസ്തമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യമയുടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള 4 കൃതികളാണ്, ആകെ 4 കൃതികളാണ്.
അതും 2010 ശേഷമാണ് അവർ എഴുതി തുടങ്ങിയത്. അവരെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ, മലയാളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ എഴുത്തുകാരികളുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ തന്നെ യമ കടന്നെത്തിയിട്ടുണ്ട്. ആ സ്ഥാനം ഇനിയും ഇനിയും വലുതായി കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയായ എഴുത്തുകാരിയായി യമ മാറും എന്നുള്ളതിൽ അവർ എഴുത്തു മേഖലയിൽ തുടരുകയാണെങ്കിൽ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. മലയാളത്തിലെ കഥാകാരികളെ എണ്ണം പറഞ്ഞാൽ ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മ, മാധവിക്കുട്ടി, സാറ ജോസഫ്, KR മീര, യമ. ഇതാണ് ക്രമം. ഇവരുടെ 4 കൃതികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിപീലിക എന്ന ചെറിയ നോവൽ 2018 ആദ്യത്തെ കൃതി വരുന്നത്. നിങ്ങൾ ഒരു വായനശാല വിപ്ലവം എന്ന കഥാസമാഹാരം 2018. പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത് എന്ന 2ാമത്തെ കഥാസമാഹാരം 2020. പിന്നെ ഒരു പെൺജിപ്സികളുടെ ജീവിതകാലം എന്ന ആത്മപഠനം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആത്മകഥാപരമായ കുറിപ്പുകളുടെ ഒരു സമാഹാരം. ഇങ്ങനെ മൊത്തം 4 കൃതികളെ ഇവരുടെ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കാം വെറും 4 കൃതികൾ, മൊത്തം 15 കഥകൾ എഴുതിയ ഒരു ചെറിയ നോവലും എഴുതിയ ആളെ അടയാളപ്പെടുത്താറായോ എന്ന്. വ്യത്യസ്തതകൾ, മൗലികതകൾ ഒക്കെ നമുക്ക് ഒരുപാട് എണ്ണത്തിലല്ല കാര്യം, പിന്നെയോ ഉള്ളതിൻ്റെ വ്യത്യാസത്തിലും വ്യതിരിക്തതയിലും മൗലികതയിലുമാണ് എന്ന് യമ തെളിയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവരുടെ കഥകളിലേക്ക് കടക്കാണ്. സമകാല മലയാള ചെറുകഥയിലെ യമ എന്താണ് എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ കുട്ടികളോട് പറയുന്നത്. ഉത്തരാധുനികത്തിന് ശേഷം, പോസ്റ്റ് മോഡേണിസത്തിന് ശേഷം മലയാളത്തിൽ 2010കളോടെ ഒരു വലിയ തലമുറ വന്നെത്തുകയാണ്. നിങ്ങളിൽ നിന്നും വലിയ പ്രായദൂരമില്ലാത്ത ചെറുപ്പക്കാരുടെ വലിയൊരു തലമുറ വന്നെത്തുന്നു. അവർക്ക് എന്താണ് പ്രത്യേകത? പ്രമേയ തലത്തിൽ, ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട്, ആഖ്യാനത്തിൽ വ്യത്യാസമുണ്ട്, രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട്, അതേപോലെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. എന്താണ് കഥ എന്ന് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആലോചിച്ചിട്ടുണ്ടോ? കഥയ്ക്ക് ഒരുപാട് നിർവചനം ഉണ്ടാവും, ഒന്നും പറയാനല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് കഥ? കഥ ജീവിതത്തിലേക്കുള്ള സൂക്ഷ്മമായൊരു നോട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനാണ്. അതിനൊപ്പം അതിൻ്റെ ഭാവനാത്മകമായ പൂരണവുമാണ് കഥ. ഓക്കെ, സൂക്ഷ്മമായ നോട്ടമാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അടരുകളിലേക്കുള്ള അതിസൂക്ഷ്മമായ നോട്ടങ്ങളാണ് മലയാളത്തിലെ പുതിയ കഥകൾ എന്ന് പറയാം. ഞാൻ കുറച്ച് ആളുകളെ പേര് മാത്രം, ഒരു 25-30 പേരാണ് ഈ 2010കൾക്ക് ശേഷം മലയാള കഥാലോകത്ത് കടന്നു വന്നത്. അപ്പോൾ ചിലരൊക്കെ നിങ്ങൾക്ക് സിനിമകളിലൂടെയൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ? S. ഹരീഷ് കേട്ടിട്ടുണ്ടാവും അല്ലേ? S. ഹരീഷിന് പേര് കേട്ടില്ലേ? വിനോയ് തോമസ്, ഫ്രാൻസിസ് നൊറോണ, യമ, PV ഷാജികുമാർ, EK ഷീബ, ബിജു CP, EK ഷാഹിന, KV പ്രവീൺ, VM ദേവദാസ്, ലാസർ ഷൈൻ. എന്തിനാ ഈ പേരൊക്കെ വായിക്കണമെന്നറിയോ? എവിടെയെങ്കിലും കണ്ടാൽ വായിക്കണം. ഇവരുടെയൊക്കെ കഥകൾ നിങ്ങൾ ഇനി വായിക്കണം. ആഴ്ചപ്പതിപ്പുകളിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എവിടെയെങ്കിലൊക്കെ ഇവരുടെ പേര് കാണുമ്പോൾ നിങ്ങൾ വായിക്കണം. ലാസർ ഷൈൻ, സുരേഷ് കീഴിലം, അബിൻ ജോസഫ്, ഉണ്ണിയാർ, വിവേക് ചന്ദ്രൻ, പ്രമോദ് രാമൻ, അമൽ, KN പ്രശാന്ത്, മിനി PC, ജിസ ജോസ്, VH നിഷാദ്, അജിജേഷ് പച്ചാട്ട്, ഷിനിലാൽ, മജീദ് സെയ്ദ്, സോണിയ റഫീഖ്, ഇങ്ങനെ പോകുന്ന വലിയൊരു സംഘം എഴുത്തുകാർ 2010 ശേഷം മലയാള കഥാലോകത്ത് സജീവമായി. അപ്പം അവരുടെ ഒരു എല്ലാവരും വ്യത്യസ്തരാണെങ്കിലും സാമാന്യമായി പറഞ്ഞാലുള്ള അവരുടെ ഒരു പ്രത്യേകത വളരെയധികം അതിപരിചിതമായ, വളരെ ഓർഡിനറി ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അസാധാരണ മുഹൂർത്തങ്ങളെ ഈ കഥകൾ സവിശേഷമായ ഉൾക്കാഴ്ചകളോട് അവതരിപ്പിക്കുന്നു എന്നാണ്. ഞാനിനി യമയുടെ കഥാലോകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്കും നമുക്കും ഒന്നും പരിചയമില്ലാത്ത ജീവിതത്തിൻ്റെ ഇടങ്ങളെ, പരിചയമില്ലാത്ത ദേശങ്ങളെ, പരിചയമില്ലാത്ത ഭാവങ്ങളെയൊക്കെ അവർ അസാധാരണമായ ഉൾക്കാഴ്ചയോടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാത്ത, നാം ശ്രദ്ധിക്കാത്ത ദേശങ്ങളെ, കേരളത്തിനുള്ളിൽ അങ്ങനെ ഒരുപാട് കേരളങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് നമ്മൾ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ജീവിതാവസ്ഥകൾ ഇവിടെയുണ്ട്. നമുക്കറിയാത്ത ദേശങ്ങളെ, നാം ശ്രദ്ധിക്കാത്ത ജീവിതങ്ങളെ നമ്മൾ
സങ്കല്പിക്കുക പോലും ചെയ്യാത്ത മനുഷ്യരുടെ ആന്തരിക ലോകങ്ങളെ, സ്വത്വാവസ്ഥകളെ ഒക്കെ അതിസൂക്ഷ്മമായിട്ട് വരച്ചിടുകയാണ് ഏറ്റവും പുതിയ ഈ കഥാകൃത്തുക്കൾ. ഈ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വമാണ് യമ. തിരുവനന്തപുരത്ത് ജനിച്ച അവർ തൃശ്ശൂർ, ഡൽഹി ഡ്രാമ സ്കൂളുകളിൽ പഠിച്ചതിന് ശേഷം തിയേറ്റർ ഗവേഷകയും നാടക പ്രവർത്തകയും സിനിമാ നടിയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവരുടെ വ്യക്തി ജീവിതത്തെ വളരെ പരിമിതമായി മാത്രമേ തുറന്നിടുന്നുള്ളൂ. അവരുടെ ഒരു ചെറിയ പുസ്തകം ഇതാണ്, പെൺ ജിപ്സികളുടെ ജീവിതകാലം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം. ഇത് മാത്രമാണ് അവരുടെ ആന്തരലോകത്തേക്ക് നമുക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇത് വളരെ സവിശേഷതകളുള്ള ഒരു സർഗാത്മക കൃതി തന്നെയാണ്. ആത്മപഠനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം ആത്മകഥ മാത്രമല്ല, കഥ പറച്ചിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തെ വളരെ താത്വികമായ ഉൾക്കാഴ്ചകളോട് അപഗ്രഥിക്കുന്ന, ഞാൻ തന്നെ എന്നെ അപഗ്രഥിക്കുകയാണ്, മനസ്സിലായോ? എൻ്റെ കഥ പറച്ചിലാണ് ആത്മകഥയെങ്കിൽ എന്നെ തന്നെ അപഗ്രഥിക്കുകയാണ്. ആത്മത്തെ അപഗ്രഥിക്കുന്ന, പഠിക്കുന്ന ഒരു സവിശേഷമെന്ന് പറയാവുന്ന ഒരു എഴുത്താണ് ഈ യമയുടെ പെൺ ജിപ്സികളുടെ ജീവിതകാലം എന്ന് പറയുന്നത്. അത് അവരുടെ വ്യക്തിത്വത്തിൽ ലഭിച്ചൊരു ആമുഖമായി കണക്കാക്കാം. അപ്പം നിങ്ങൾ ഇവിടുത്തെ കുട്ടികളൊക്കെ, അധ്യാപകരും സമയം കിട്ടുമ്പോൾ ഈ ചെറിയ പുസ്തകം ഒന്ന് വായിക്കണം. കാരണം എന്താ അറിയോ? കാരണം എന്താ വെച്ചാൽ, താൻ പഠിച്ച തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലം മാത്രമാണ് അവരിതിൽ ആവിഷ്കരിക്കുന്നത്. താൻ പഠിച്ച കലാപഠനാലയം ഒരു ആൺമാത്ര കേന്ദ്രിത ലോകമായി തുടരുന്നത് എന്തുകൊണ്ട്? ഞാൻ വീണ്ടും ആവർത്തിക്കാം. താൻ പഠിച്ച സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന കലാലയം, കലാപഠന കേന്ദ്രം ഒരു ആൺമാത്ര കേന്ദ്രിത ലോകമായി തുടരുന്നത് എങ്ങനെ എന്ന് യമ നമ്മളെ ഞെട്ടലോടെ കാണിച്ചു തരുന്നു. എങ്ങനെയാണ് ആണുങ്ങളുടെ മാത്രം മലകളായി, ആണുങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളായിട്ട് എങ്ങനെയാണ് നമ്മുടെ കലാലയങ്ങൾ, വിശേഷിച്ച് കലാപഠനാലയങ്ങൾ മാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്നവർ കാണിച്ചു തരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കാം. അപ്പോൾ ഞാൻ പലപ്പോഴും BEd കോളേജിൽ ജെൻഡർ ട്രെയിനിങ്ങിന് പോകാറുണ്ട്. ഇവിടെ പല കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവും. അധ്യാപകർ പലരും BEd കഴിഞ്ഞതായിരിക്കും. അപ്പോൾ 2ാം വർഷം, അതായത് BEd കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, പെൺകുട്ടികളോട് പ്രത്യേകിച്ച്, നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് കാലത്ത് ആരെയാണ് കൂടുതൽ ചീത്ത പറയുക? എന്തായിരിക്കും ഉത്തരം? പെൺകുട്ടികളല്ലേ? നമുക്ക് സംശയമില്ല. ആരെയാണ് കൂടുതൽ ചീത്ത പറയുക? പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ചോദിക്കുക അവരോട്, അധ്യാപക വിദ്യാർത്ഥികളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികളെ കൂടുതൽ ചീത്ത പറയുന്നത്? കൂടുതൽ വികൃതി കാണിക്കുന്ന പെൺകുട്ടികളാണോ? അല്ല. പിന്നെ വികൃതി കാണിക്കുന്ന ആൺകുട്ടികൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികളെ അധികം ചീത്ത പറയുന്നത്? ആൺകുട്ടികൾ അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ. പെൺകുട്ടികളോ? അവരങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല എന്ന് നിരന്തരമായി ഞാൻ വർഷങ്ങളായി മറുപടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അധ്യാപക വിദ്യാർത്ഥികളോട് പറയും, എന്താണെന്നറിയോ, നമ്മളിങ്ങനെ പെൺകുട്ടികളെ അടിച്ചമർത്തി ശ്വാസം മുട്ടിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് നോ പറയേണ്ട ഒരു സന്ദർഭത്തിൽ നോ പറയാൻ പറ്റാതെ, എതിർക്കേണ്ടിടത്ത് എതിർക്കാൻ അറിയാതെ അവരെ അടിച്ചമർത്തി വളർത്തി കൊണ്ടുവരുന്ന ആ പൊതു രീതി നമ്മളെങ്കിലും മാറണ്ടേ? നിങ്ങളെങ്കിലും മാറണ്ടേ? നമ്മളല്ലാതെ ആരാണ്, ചൈൽഡ് സൈക്കോളജിയൊക്കെ പഠിച്ച് നമ്മളല്ലാതെ ആരാണ് ഈ മാറ്റം കൊണ്ടുവരിക എന്ന് അവരോട് ചോദിക്കാറുണ്ട്. അപ്പം എന്തായാലും ഈ കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, കലാപഠന കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ് ആൺമാത്ര കേന്ദ്രിതമായ, ആണുങ്ങളുടെ മാത്രം ഇടങ്ങളായി തുടരുന്നത് എന്ന് അതിഗംഭീരമായ താത്വികമായ ഉൾക്കാഴ്ചകളോടെ യമ ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നു. ഇവിടുത്തെ അധ്യാപകർ എന്തായാലും വായിക്കണം, അതേപോലെ തന്നെ വിദ്യാർത്ഥികളും വായിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ സമയമില്ല. അതിൽ സ്വന്തം കഥകളിലേക്ക്, അതിൻ്റെ ആന്തരലോകങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ചില തുറസ്സുകൾ അവർ തുറന്നു വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കൽ ഭയങ്കരമായൊരു നടപടിയായാണ് ഞാൻ അനുഭവിക്കുന്നത്. യമ പറയുന്നതാണ് കേട്ടോ. ഈ പുസ്തകത്തിൽ കോണ്ടെക്സ്റ്റുവലായിട്ട് പറയുന്നതാണ്, സാന്ദർഭികമായി പറയുന്നതാണ്. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കൽ ഭയങ്കരമായൊരു നടപടിയായാണ് ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ? നിങ്ങൾ സംസാരിക്കണം എന്ന് ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് സംസാരിക്കണം.
നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കണം, നിങ്ങളുടെ അധ്യാപകരോട്, അവർ നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആണെങ്കിൽ അധ്യാപകരോട് സംസാരിക്കണം. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ, നമ്മുടെ സ്വന്തം അനുഭവങ്ങളെ തിരിച്ചറിയാനൊക്കെ അത് സഹായിക്കും അത്തരം തുറന്നു പറച്ചിലുകൾ. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കൽ ഭയങ്കരമായൊരു നടപടിയായാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒന്നാമതായി, അതിന് മാത്രം എനിക്കൊരു ഭാഷയില്ല. കുഞ്ഞുനാളിലെ, നീ ശ്രദ്ധിച്ചു കേൾക്കാം, കുഞ്ഞുനാളിലെ എന്നെ ആരും കേട്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രം വികസിക്കാതെ പോയ സംവേദനത്തിൻ്റെ ഒരു ഇടം എൻ്റെ ഉള്ളിലുണ്ട്. കുഞ്ഞുനാളിൽ എന്നെ ആരും കേട്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രം വികസിക്കാതെ പോയ സംവേദനത്തിൻ്റെ ആ ഇടം എൻ്റെ ഉള്ളിലുണ്ട്. ആ കഴിവുകേട് കാരണം ഓർമ്മകളുടെ അറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് വിയർക്കുന്നു, ശ്വാസം മുട്ടുന്നു, സന്തോഷം പോലും കരച്ചിലായി മാറുന്നു. മറ്റു ചിലപ്പോൾ ദുഃഖത്തിൽ ഞാൻ പൊട്ടിച്ചിരിച്ചും പോകുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കഥകളിലാണ് എന്നെ ഞാൻ പ്രതിഷ്ഠിക്കാറ്. എൻ്റെ ഏറ്റവും ദുഃഖകരമായ ഓർമ്മകൾക്ക് ഞാൻ പ്രതീക്ഷാ നിർഭരമായ അവസാനങ്ങൾ കൊടുത്തു. നമുക്ക് അപാരേ കാവ്യ സംസാരേ കവിരേഖ പ്രജാപതി. ഈ ലോകത്ത് കവികൾക്ക് എന്ത് ചെയ്യാം? കവികൾക്ക്, എഴുത്തുകാർക്ക് തൻ്റെ ഇഷ്ടം പോലെ ഈ ലോകത്തെ മാറ്റിമറിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ദുഃഖകരമായ ഓർമ്മകൾക്ക് ഞാൻ പ്രതീക്ഷാ നിർഭരമായ അവസാനങ്ങൾ കൊടുത്തു എന്നാണ്. നിങ്ങൾ മധുപാൽ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് മറന്നുപോയി, ഒരു സിനിമയുണ്ട്. അത് മരുമക്കത്തായ കാലത്തെ സ്ത്രീ ജീവിതത്തെക്കുറിച്ചാണ്. പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ആ സിനിമയിൽ ആ സിനിമയിൽ അതിൻ്റെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഒരു ഘട്ടത്തിൽ മാറി താമസിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം എത്രമേൽ മെച്ചപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമയിൽ അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ജീവിതം എഴുതിയിട്ട് അതിൽ അവർ വേറെ പിരിയുന്ന ഒരു സന്ദർഭം സൃഷ്ടിച്ചു. ജീവിതത്തിൽ അങ്ങനെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ആവിഷ്കാരത്തിൽ, കലയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയുള്ള അവസാനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എൻ്റെ ഏറ്റവും ദുഃഖകരമായ ഓർമ്മകൾക്ക് ഞാൻ പ്രതീക്ഷാ നിർഭരമായ അവസാനങ്ങൾ കൊടുത്തു. ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് കരുതിയ മനുഷ്യരെ തികച്ചും ദുർബലരായ മനുഷ്യരായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ അനുഭവങ്ങൾ എന്ന് ഞാൻ മൊത്തത്തിൽ പറയുമ്പോഴും ദുഃഖകരമായ അനുഭവങ്ങൾ മാത്രമാണ് പലപ്പോഴും എൻ്റെ എഴുത്തുകളിലേക്ക് കടന്നു വരാറ് എന്ന് യമ ആമുഖമായി പറയുന്നു. അപ്പം അവരുടെ എഴുത്തുകളുടെ സ്വഭാവം, എന്തുകൊണ്ടാണ് അവരുടെ എഴുത്തുകൾ ഇങ്ങനെ ആയത് എന്നുള്ളതിൻ്റെ അവരുടെ ഇൻട്രൊഡക്ഷനാണ്. അങ്ങനെ ഈ വിശദീകരണം കേട്ടിട്ട് നമുക്ക് ഇവരുടെ കഥകളിലേക്ക് വന്നാൽ, യമയുടെ കഥകൾ നമുക്ക് അധികം പരിചയമില്ലാത്ത ഇടങ്ങളിലെ മുഷിഞ്ഞ നിസ്വജീവിതങ്ങളുടെ അത്ഭുതകരവും ഞെട്ടിക്കുന്നതുമായ പെൺകാഴ്ചകളായി മാറി. മുഷിഞ്ഞ ജീവിതങ്ങൾ, നമുക്കറിയാം അല്ലേ? മുഷിഞ്ഞ, നിസ്വം, സ്വത്തില്ലാത്ത അതിദരിദ്രരായ മനുഷ്യരുടെ ജീവിതങ്ങളുടെ അത്ഭുതകരമായ ഞെട്ടിക്കുന്ന പെൺകാഴ്ചകളായി മാറി. കേരളത്തിൽ നമ്മളെക്കുറിച്ചൊരു സെമിനാർ നടന്നിരുന്നു. ഇപ്പോഴും പല രാജ്യങ്ങളിലെയും വികസന പഠന വിഭാഗങ്ങൾ, എക്കണോമിക്സിലെ കുട്ടികൾ ആരൊക്കെയുണ്ടോ ചെറുതായി തല കുലുക്കുന്നുണ്ട്, വികസന പഠന വിഭാഗങ്ങൾ നമ്മളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താ കാരണം? അത്രയേ ഉള്ളൂ, വളരെ വികസിത രാജ്യങ്ങളുടെ തുല്യമായ നേട്ടം ചില മേഖലകൾ നമ്മൾ ഉണ്ടാക്കി. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഉണ്ടാക്കാത്ത നേട്ടം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള ചില മേഖലകളിൽ നമ്മൾ ഉണ്ടാക്കി. എന്നാൽ ഇതിന് വികസിത രാജ്യങ്ങൾ ചെലവാക്കിയ തുകയുടെ വളരെ നിസ്സാരമായ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ചെലവാക്കിയുള്ളൂ. അപ്പോൾ വളരെ ചെറിയ മുതൽ മുടക്കിൽ ചില മേഖലകൾ വലിയ നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് കേരള വികസനത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ വികസന പഠിതാക്കൾ നമ്മളോട് ചോദിച്ചു എങ്ങനെ സാധിച്ചു എന്ന് വെച്ചു. അപ്പം KN രാജ് അടങ്ങിയ വികസന വിദഗ്ധ ഭവൻ, അതാണ് കേരള മോഡൽ, അങ്ങനെയാണ് ആ പേര് വരുന്നത്. അപ്പം കേരള മോഡലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ കേരള മോഡലിൻ്റെ പരിമിതി എന്താണെങ്കിൽ, കേരള മോഡലിൻ്റെ പരിമിതി സ്ത്രീകളുടെ അശാക്തീകരണമാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ വിട്ടാൽ അവിടുത്തെ കുട്ടികളെ, സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അത്ര പഠിപ്പില്ലാത്ത, നമ്മുടെ അത്ര പലപ്പോഴും പണമില്ലാത്ത, നമ്മുടെ അത്ര ഡാറ്റ അറിയാത്ത ആ സ്ത്രീകൾ കാണിക്കുന്ന ധൈര്യവും ആത്മവിശ്വാസവും അല്ലേ ഒക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നേരിടുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. അപ്പം നമുക്ക് പഠിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഠിച്ച പെണ്ണുങ്ങൾ നമ്മളാണ്. ഇന്ത്യ
ഇന്ത്യയിലെ ഏറ്റവും പഠിച്ച പെണ്ണുങ്ങൾ കേരളത്തിലെ സ്ത്രീകളാണ്. പക്ഷേ അതിൻ്റെ വൈരുദ്ധ്യം എന്താ അറിയോ? ഏറ്റവും കുറച്ച് ഇന്ത്യയിൽ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ ഏറ്റവും കുറച്ച് ജോലി എടുക്കുന്ന പെണ്ണുങ്ങൾ നമ്മളാണ്. അപ്പോൾ പഠിച്ചിട്ട് ഇത്രയൊക്കെ പഠിച്ച് പല പല ഡിഗ്രികൾ, ഏതോ സിനിമ പാട്ടിലെ പോലെ BA MA MBBS അല്ലേ, MD PhD അതുപോലൊക്കെ പലതും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര വാടക വീടുകളുണ്ട്, ഈ കരങ്ങൾ തുടച്ചു മിനുക്കി എത്ര പേർക്ക് കരം വിശപ്പാറ്റി, കഴുകാത്ത വസ്ത്രങ്ങൾ, പൊടിയടിഞ്ഞുള്ളൊരു ഈ ജാലകങ്ങൾ നമ്മൾ വീട്ടുപണി എടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഇതാണ് വ്യത്യാസം. പക്ഷേ ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിൽ നോക്കിയാലും നമ്മുടെ അത്ര പഠിക്കാത്ത പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് പരിഷത്തൊക്കെ അതിനെന്താ വിളിക്കുക വെച്ചാൽ അത് ദാരിദ്ര്യത്തിൻ്റെ സ്ത്രൈണവൽക്കരണം, ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി എന്നൊക്കെ വിളിക്കും. അപ്പം ഇതൊക്കെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് നേട്ടമുള്ളപ്പോഴും നമുക്ക് പേപ്പറിൽ എഴുതാനൊക്കെ ഒരുപാട് കാര്യപ്പോഴും നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം ഇത്തിരി കഷ്ടമാണ് അല്ലേ. ആ കഷ്ടത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കണം. ഇന്ദുലേഖയിലെ മാധവൻ തൂക്കിൽ നിന്ന് പുറം കടലിൽ നിന്ന് മലബാറിന് നോക്കിയതുപോലെ നമ്മൾ പുറത്തു പോയി നിന്നിട്ട് നോക്കണം. ഇവിടെ സിനിമയ്ക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യകാലത്തെ സിനിമകളൊക്കെ പഴയ പുരാണ കഥകളും ചരിത്ര കഥകളൊക്കെ ആയിരുന്നു. പക്ഷെ സത്യചിത്ര വന്നപ്പോഴാണ് ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ത്യ വന്നത്. എന്താ വ്യത്യാസം? സത്യചിത്രയുടെ സിനിമകളെക്കുറിച്ചുള്ള ഷൺമുഖദാസിൻ്റെ പഠനമുണ്ട്, സഞ്ചാരിയുടെ വീട് എന്ന് പറഞ്ഞിട്ട്. ലോകം കണ്ട ഒരാൾ ആ ലോകത്തിൻ്റെ ഉൾക്കാഴ്ചകളായിട്ട് ഇന്ത്യയെ കണ്ടു. ആ കാഴ്ചയുടെ അടയാളപ്പെടുത്തലാണ് ലോക സിനിമാ ഭൂപടത്തിൽ എന്ത് സംഭവിച്ചത്? ഇന്ത്യക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ടുള്ള അറിവുകളോ ഉൾക്കാഴ്ചകളോ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാടിനെ, നമ്മുടെ കേരളത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പരിസരങ്ങളെ, നമ്മുടെ രീതികളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലെ അന്തർലീനമായ ഈ വൈരുദ്ധ്യങ്ങളെ. നമുക്ക് അതിനെ എന്ത് പറയാം? പുരുഷാധിപത്യത്തിൻ്റെ കേരള മോഡൽ എന്നൊക്കെ വിളിക്കാം. പുരുഷാധിപത്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രം കുറ്റവാളികളായ ഏർപ്പാടാൻ നിങ്ങൾ ധരിക്കരുത്. അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിലുള്ള ഒരു ഐഡിയോളജിയാണ്, പ്രത്യയശാസ്ത്രമാണ്. പുരുഷാധിപത്യമുള്ള സ്ത്രീകളുണ്ട്, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആണുങ്ങളുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെ കുറ്റവാളികളാക്കുന്ന ഏർപ്പാടല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു മനോഭാവത്തിൻ്റെ പേരാണ് പുരുഷാധിപത്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ജീവിക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്ന ഒരു ബദൽ കാഴ്ചകളുടെ തീവ്രമായ ലോകം യമയുടെ കഥകൾ നമ്മെ അനുഭവിപ്പിക്കുന്നു. ഇനി യമയുടെ കഥാലോകത്തേക്ക് ഒന്ന് കടക്കാം. പുറമ്പോക്കിൽ നിന്നുള്ള പെൺനോട്ടങ്ങൾ എന്ന് നമുക്ക് സാമാന്യമായി യമയുടെ കഥകളെ വിശേഷിപ്പിക്കാം. താങ്ക് യു. പുറമ്പോക്കിൽ നിന്നുള്ള പെൺനോട്ടങ്ങൾ എന്ന് യമയുടെ കഥകളെ സാമാന്യമായി വിശേഷിപ്പിക്കാം. അവരുടെ തന്നെ കഥയിൽ ഒരു കൊട്ടേഷൻ എടുത്ത് പറഞ്ഞാൽ, പുറമ്പോക്കുകൾ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭയങ്ങളും പശ്ചാത്താപങ്ങളും അടക്കം ചെയ്ത അപരഭൂമിയാണത്. രണ്ടു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നാധിഷ്ഠിത മേഖലയിൽ എന്ന പോലെ സ്വപ്നങ്ങൾ കാണാൻ വിലക്കുള്ളവരാണ് അവിടുത്തെ താമസക്കാർ. പോസ്റ്റ്മാൻ്റെ മകൾ എന്ന് പറയുന്ന കഥയിൽ യമ എഴുതി. 2 സമാഹാരങ്ങളിലായി യമ എഴുതിയ 15 കഥകളിലും സാമാന്യേന പറഞ്ഞാൽ പുറംപോക്കുള്ള ജീവിതങ്ങളാണ്. നിങ്ങൾ ഫെമിനിസം കേട്ടിട്ടുണ്ടാവില്ലേ, സ്ത്രീവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് എതിരെ വന്നിട്ടുള്ളൊരു വിമർശനം, അതിന് ഫെമിനിസങ്ങൾ എന്ന് പറയുന്നത് ശരി എന്നാ പറയാ, സ്ത്രീവാദങ്ങൾ എന്ന് പറയുന്നത് ശരി. കാരണം എന്താ, അത്രയ്ക്കധികം ഉപവിഭാഗങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ബ്ലാക്ക് ഫെമിനിസം ഉണ്ട്, ദളിത് ഫെമിനിസം ഉണ്ട്, സൈബർ ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് ഫെമിനിസം ഉണ്ട് അല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് 3-4 ലോക ഫെമിനിസം ഉണ്ട്, സ്പിരിച്വൽ ഫെമിനിസം ഉണ്ട്, റിലീജിയസ് ഫെമിനിസം ഉണ്ട്. ഇങ്ങനെ ഫെമിനിസത്തിന് എത്ര വിഭാഗം ഉണ്ട് ചോദിച്ചാൽ നമുക്ക് ലിസ്റ്റ് എടുത്താൽ തീരാത്തത്ര ഉപവിഭാഗങ്ങളുള്ള ഒരു ബഹുലമായ പഠന മേഖലയാണ് ഫെമിനിസം. അപ്പം യമയുടെ എഴുത്തുകളെ നമുക്ക് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ദളിത് ഫെമിനിസ്റ്റ് എന്ന് ഒരു പരിധി വരെ വിശേഷിപ്പിക്കാം. കൃത്യമല്ല, പൂർണ്ണമായി ശരിയല്ല, എന്നാലും ഒരു ദളിത് ജീവിത പരിസരങ്ങളിൽ നിന്ന്, സബാൾട്ടനായ ജീവിത പരിസരത്തിൽ നിന്ന് സ്ത്രീകളുടെ ജീവിതാവസ്ഥകളെ അതിശക്തമായി അവതരിപ്പിക്കുന്ന എഴുത്തുകളാണ് യമയുടെ എഴുത്തുകൾ. മലയാളത്തിലെ സ്ത്രീപക്ഷ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പരിമിതി എന്താണെന്നറിയോ?
എന്താ വെച്ചാൽ അത് സാമാന്യേന മധ്യവർഗ സ്ത്രീകളെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മധ്യവർഗത്തിലെ സ്ത്രീകൾ അത്യാവശ്യമൊക്കെ പഠിച്ച മധ്യവർഗത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വത്ത് പ്രതിസന്ധികളും അവരുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലേ, അവരുടെ പുരുഷാധിപത്യ സമൂഹ ഇടപെടുമ്പോണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങളും പിന്നെ അവരുടെ സ്വത്ത് പ്രതിസന്ധികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ യമയുടെ കഥകളുടെ പ്രത്യേകത അത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കീഴാളമായ സ്ഥാനങ്ങളിൽ നിന്ന്, പുറമ്പോക്കിൽ നിന്ന്, സബാൾട്ടണായ പോസ്റ്റിൽ നിന്ന് സ്ത്രീവാദത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ്. ഈ 15 കഥകളും സാമാന്യമായി പറഞ്ഞാൽ പുറമ്പോക്കുകളുടെ ജീവിതങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പരിസരങ്ങൾ? ചേരികളാണ്. ഒന്ന്, ചേരികൾ, റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കോളനികൾ, കുഗ്രാമം, നഗരത്തിൻ്റെ പിന്നാമ്പുറം, ഏറ്റവും ദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന ഡോർമിറ്ററികൾ, ഇതൊക്കെയാണ് അവരുടെ കഥകളുടെ പൊതുവെയുള്ള പരിസരം. അവിടെ അതിൻ്റെ എല്ലാ അഭംഗികളും ഒട്ടും ഭംഗിയുള്ള പരിസരമല്ല. ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്രാവശ്യം വിമൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്പോൺസർ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ സ്പോൺസറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് അയച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ എന്താ പോൺസ് ആണ് സ്പോൺസർ, പോൺസ് ഓൺ വിമൻസ് ഡേ എന്നാണ് ടാഗ് ലൈൻ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ആരെ വേണ്ട? സുന്ദരികളായ സ്ത്രീകൾ മതി. സുന്ദരികളായ സ്ത്രീകൾ, നല്ല ഭംഗിയുള്ള ജീവിത പരിസരങ്ങൾ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ബീന കണ്ണൻ, ഷീമാട്ടിയുടെ ബീന കണ്ണൻ മോഡൽ. അതെ. അപ്പോൾ സുന്ദരികളായ നല്ല ഭംഗിയുള്ള പട്ടുസാരിയെ കൊടുത്ത ജീവിത പരിസരങ്ങളുള്ള സ്ത്രീകളെ കാണിച്ചാൽ മതി. അതാണ് പോൺസിൻ്റെ സ്ത്രീകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകളല്ല ഇവിടെ കാണാനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. റെയിൽവേ ട്രാക്ക്, കുഗ്രാമം, ചേരി, അല്ലേ, നഗരത്തിൻ്റെ പിന്നാമ്പുറം തുടങ്ങിയ ഇടങ്ങളിലെ ജീവിതം, അവിടുത്തെ എല്ലാ അഭംഗികളും മുഷിച്ചിലുകളും ചീത്ത മണങ്ങളും, അല്ലേ, ഭംഗിയില്ലാത്ത കാഴ്ചകളും വൃത്തികേടുകളും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ പ്രത്യേകത, യമ അവതരിപ്പിക്കുന്ന സ്ത്രീകളുടെ പ്രത്യേകത എന്താ? അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ചീത്ത ഭംഗിയില്ലാത്ത മുഷിഞ്ഞ വസ്ത്രക്കൂനകളുണ്ട്, മൂത്രത്തിൻ്റെയും ഒക്കെ ചീത്ത മണമുണ്ട്, ചീത്തയായ കാഴ്ചകളുണ്ട്, രോഗമുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അസാധാരണമായ അതിജീവനത്വര, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, പിന്നെയോ പോരാട്ട വീര്യവും സവിശേഷമായ വ്യക്തിത്വവും കൈയാളുന്ന സ്ത്രീകളാണ് യമയുടെ കഥാലോകത്തുള്ളത്. അവരുടെ നോട്ടങ്ങളും പ്രതിരോധങ്ങളുമാണ് യമയുടെ കഥകൾ സാമാന്യമായിട്ട്. ഇതാണ് അവരുടെ 2 സമാഹാരങ്ങൾ. ആകെ 2 സമാഹാരങ്ങൾ അവരിറക്കിയിട്ടുള്ളൂ. ഇതാണ് 2 സമാഹാരം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പിപീലിക എന്ന് പറയുന്ന ചെറിയ നോവൽ. നിങ്ങൾ വായിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജെൻസീസിന് എന്തില്ല, ക്ഷമയില്ല എന്ന് എനിക്കറിയാം. ജെൻസീസിന് ഞാൻ ഇവിടെ ഇംഗ്ലീഷിലെ ടീച്ചേഴ്സിനോട് പറയുന്നു, ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയെ പഠിപ്പിക്കാനും അവരുടെ പാരൻറ്റിങ്ങിനൊക്കെ നമ്മൾ പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? ക്ഷമയില്ല, അല്ലേ? ഇതൊക്കെ കേൾക്കുന്ന സമയം കൊണ്ട് നമുക്ക് 4 റീല് കാണാൻ പറ്റും. 4 റീല് കാണാം, നമുക്ക് 4 ട്രോൾ ഉണ്ടാക്കി കൈമാറൊക്കെ ചെയ്യാവുന്ന സമയത്താണ് നമ്മൾ ഇത്രയൊക്കെ സമയം മെനക്കെടുത്തി ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്ന് കുറേ പേരെങ്കിലും ഈ കൂട്ടത്തിൽ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുറ്റമല്ല, ലോകവ്യാപകമായിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് റീല് കാണുന്ന സമയം ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മനോഹരമായ ചെറിയ നോവൽ, ഒരു 25 റീല് കാണുന്ന സമയം കൊണ്ട് വായിച്ച് തീർക്കാവുന്ന നോവലാണ്. നിങ്ങളൊന്ന് വായിക്കുക. ഒരു 25 റീല് കാണുന്ന സമയം മാറ്റി വെച്ചാൽ ഈ നോവൽ വായിച്ച് തീരും. 50-60 പേജേ ഉള്ളൂ, വായിച്ച് തീരും എന്നുള്ളതാണ്. പിന്നെ 2 സമാഹാരങ്ങൾ. ഒന്ന് ഒരു വായനശാല വിപ്ലവം എന്ന് പറയുന്ന സമാഹാരം. രണ്ടാമത്തത് പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത്. ആകെ ഇത്ര പുസ്തകങ്ങളേ ഉള്ളൂ ഇവരുടെ ആയിട്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ ആദ്യത്തെ സമാഹാരം യമയുടെ ഈ യമയുടെ കഥകളെക്കുറിച്ച് വളരെ കുറച്ച് 2 പഠനങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ പഠനങ്ങളിൽ ഒരു പഠനം നിരീക്ഷിക്കുന്ന എന്താണെന്നറിയോ? യമയുടെ കഥകളിൽ ഒരു ബോധപൂർവമായ തുടർച്ചയുണ്ട്. ചിലപ്പോൾ ബോധപൂർവം ആയിരിക്കില്ല, ഒരു തുടർച്ചയുണ്ട്. എന്താ തുടർച്ച? ഏറ്റവും താഴ്ന്ന തരം സ്ത്രീ ജീവിതങ്ങളാണ് അതിലെ വിഷയം എന്നുള്ളതിൻ്റെ പ്രമേയ തുടർച്ച എന്ന് പറയും. ചെറുകഥ, മലയാള ചെറുകഥാ ചരിത്രം ചിലപ്പം നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവില്ല. മലയാള ചെറുകഥയിൽ നവോത്ഥാന ദശ എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ
ആ ഘട്ടത്തിൽ തകഴിയും SK പൊറ്റക്കാടും ഒക്കെ അടങ്ങുന്ന എഴുത്തുകാരെന്താണ് കൊണ്ടുവന്നത് വിഷയം? സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ, തോട്ടികളെ, അല്ലേ, ലൈംഗിക തൊഴിലാളികളെ, കള്ളന്മാരെ, പിച്ചക്കാരെ, കുഷ്ഠരോഗികളൊക്കെ മലയാള ചെറുകഥയിലേക്ക് കൊണ്ടുവന്നു. തകഴിയും കൂട്ടരും ബഷീറും ഒക്കെ അടങ്ങുന്ന ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, നിങ്ങൾ വായിച്ചോക്കെ. വളരെ ചെറിയൊരു കൃതിയാണ്. MN വിജയൻ പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നാണ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നീട് മലയാള ചെറുകഥ പല 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 വിഷയങ്ങളിലേക്ക് മാറിപ്പോയി. 1930കളിലെ കഥയാണ് പറയുന്നത്. 30കളിൽ ഈ പറഞ്ഞ പോലെ മലയാള ചെറുകഥയിൽ അതുവരെ മലയാള സാഹിത്യത്തിൽ ഇടം കിട്ടാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട ആളുകൾ മലയാള ചെറുകഥയുടെ രംഗത്ത് കേന്ദ്രത്തിൽ വന്ന് കസേരയിട്ടിരുന്ന ഒരു കാലമാണ് നവോത്ഥാന ദശ എന്ന് പറയുന്ന 30കൾ. അതിനുശേഷം പിന്നീട് നമ്മൾ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ മാറിപ്പോയി. നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കൂടുതൽ സൂക്ഷ്മമായി ചുഴിഞ്ഞു നോക്കി. നമ്മൾ ആഗോള പൗരനായി, അല്ലേ, അങ്ങനെ പലതും ചെയ്തു. പിന്നീട് 2010കളായപ്പോഴേക്കും വീണ്ടും മലയാള ചെറുകഥയുടെ കേന്ദ്രത്തിലേക്ക് ഏറ്റവും ദരിദ്രരായ മനുഷ്യർ തിരിച്ചു വരികയാണ്. അത് യമയുടെ കഥകളിൽ മാത്രമല്ല, ഫ്രാൻസിസ് നൊറോണയുടെ കഥകളിലുണ്ട്, അല്ലേ. ചുരുളി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ. നൊറോണയുടെ കഥകളിലുണ്ട്, ബിനോയ് തോമസിൻ്റെ കഥകളിലുണ്ട്, പലരുടെയും കഥകളിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മലയാള ചെറുകഥയുടെ കേന്ദ്രത്തിലേക്ക് ഏറ്റവും ദരിദ്രരായ മനുഷ്യർ തിരിച്ചു വന്ന ഒരു ഘട്ടമാണ് ഈ സമകാല മലയാള ചെറുകഥ അല്ലെങ്കിൽ ഉത്തരോത്തര മലയാള ചെറുകഥയുടെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കഥയുടെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വന്നു. ഇറങ്ങിപ്പോയ ഏറ്റവും ദരിദ്രരായ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ വീണ്ടും ചെറുകഥയുടെ കേന്ദ്രത്തെ തിരിച്ചു വന്നു. അവർ ആ കൂട്ടത്തിൽ അങ്ങനെ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും ഏറ്റവും ചങ്കൂറ്റത്തോടെ എഴുതുന്നതും യമയാണ്, യമയുടെ കഥകളിലാണ് എന്ന് അവതാരികയിൽ N. പ്രഭാകരൻ മാഷ് വിശദീകരിക്കുന്നു. യമയുടെ ആദ്യ സമാഹാരത്തിലെ ആദ്യ കഥ ചൂടലത്തെങ്ങ് തുടങ്ങുന്നത് കേൾക്കുമ്പോൾ ഇവിടെ പല കുട്ടികളും മുഖം ചുളിക്കും. ഞാൻ 1-2 വരികൾ മാത്രം വായിക്കാം. ഉളുപ്പ് കയറിയ ജനൽപ്പടിയിലേക്ക്, ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു തുടങ്ങിയ ജനൽപ്പടിയിലേക്ക് ഇറ്റു വീണ മൂക്കളയിൽ മുങ്ങിപ്പോയ ഉറുമ്പുകളുടെ കൈകാലിട്ടടി എന്നാണ് ആദ്യ ചെറുകഥയിലെ യമയുടെ ആദ്യത്തെ കഥയിലെ ആദ്യത്തെ വാചകം. മലയാള ചെറുകഥയിലെ ആദ്യത്തെ മലയാള ചെറുകഥ വാസനാവികൃതി എനിക്കറിയാം, അല്ലേ. ഇതൊരു കള്ളൻ്റെ കഥയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കാലം ഒരുപാട് പോയി, പല പല കാര്യങ്ങൾ നമ്മൾ കഥകളിലൂടെ പറഞ്ഞു. വീണ്ടും അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് യമയുടെ കഥയിൽ വരുമ്പോൾ ഉളുപ്പ് കയറിയ ജനൽപ്പടിയിലേക്ക് ഇറ്റു വീണ മൂക്കളയിൽ മുങ്ങിപ്പോയ ഉറുമ്പുകളുടെ കൈകാലിട്ടടി പറഞ്ഞുകൊണ്ടാണ് യമയുടെ ആദ്യ കഥ ചുടലത്തെങ്ങ് വരുന്നത്. പിന്നെയോ ഒരു വീടാണ് അവതരിപ്പിക്കുന്നത്. ഉൽക്ക പോലെ പതിക്കുന്ന തള്ളയുടെ പ്രാക്ക്, അമ്മയും തള്ളയും, അല്ലേ. തമിഴില് ദ്രാവിഡ ഭാഷയിൽ തള്ളയ്ക്ക് അത്ര നിന്ദയൊന്നുമില്ല, പക്ഷെ മലയാളത്തിൽ തള്ള എന്ന് വിളിച്ചാൽ നിന്ദ സൂചകമാണ്. നമ്മളാരും നമ്മുടെ അമ്മമാരെ തള്ള എന്ന് പറയാറില്ല. അപ്പം തള്ളയുടെ പ്രാക്കും എത്ര തേഞ്ഞാലും തീർന്നു പോകാത്ത ഇരുമ്പ് കഷ്ണം പോലെ കൂർന്നു നിൽക്കുന്ന ജീവിതം കാണിച്ചു തന്നുകൊണ്ടാണ് യമയുടെ ആദ്യ കഥ ചുടലത്തെങ്ങ് വരുന്നത്. എന്നിട്ട് ആ ഒരു വീട് നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അശാന്തമായ വീടുകൾ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ അശാന്തങ്ങളാണ്, അല്ലേ. ശാന്തമായ വീടുകൾ ഒരുപോലെയാണ് എന്ന് പറഞ്ഞ പോലെ വളരെ അശാന്തമായ വ്യത്യസ്തമായൊരു വീടാണത്. സ്വയം നശീകരണ സ്വഭാവമുള്ള കോശത്തെ പോലെ പൊട്ടിത്തെറിക്കാൻ ആഞ്ഞു നിൽക്കുന്ന ആ വീട്ടിൽ ദാരിദ്ര്യം ഒരുപാട് കൂടിപ്പോയാൽ സ്നേഹവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ നമുക്ക് അത്യാവശ്യം പൈസ ഉള്ളപ്പോഴേ നടക്കുള്ളൂ. അത് തീരെ ഇല്ലാണ്ടായാലോ അതൊക്കെ പോവും. നിങ്ങൾ ലോകത്ത് പിന്നെ വലിയ എന്താ പറയുക ക്ഷാമം, ഗ്രേറ്റ് ഫാമിൻ ഉണ്ടായ കാലത്തെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ, വലിയ അഭിജാതരായ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ എന്ത് ചെയ്തു, കടയുടെ ചില്ലുകൾ തകർത്ത് റൊട്ടിയൊക്കെ മോഷ്ടിച്ച് ഇറങ്ങി ഓടിപ്പോയ കഥയുണ്ട്. അപ്പം അതാണ് ദാരിദ്ര്യം. ഒരു പരിധി വിട്ടാൽ, ഭക്ഷണം കിട്ടാതെ 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ പറയുന്ന ഇസ്തിരിയിട്ട ഉടുപ്പും ആഭിജാത്യങ്ങളോ അന്തസ്സൊക്കെ മാറ്റിവെക്കും എന്നുള്ളതാണ് ലോക ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതിദാരിദ്ര്യം എന്ത് സംഭവിച്ച ആ വീട്ടിൽ സ്നേഹരാഹിത്യമായി മാറി. ദാരിദ്ര്യത്തിൻ്റെ ആദ്യ സ്നേഹം പോലും നമുക്ക് എപ്പോഴാണ് പറ്റുക, ഇതിനൊക്കെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലാണ്. അതിദാരിദ്ര്യം സ്നേഹരാഹിത്യമായി മാറി.
നിരന്തര കലഹങ്ങളുടെ സ്വന്തക്കാരായ ഒരമ്മയും മകനും മകളും ഉള്ള വീടാണ്. എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്ന് മകൾ ആർത്ത് വിളിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് സഹിക്കുക വയ്യാതെ. എന്തു കുന്തത്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? വാക്കതല്ല, ഞാൻ സഭാമര്യാദ വെച്ച് മാറ്റി പറഞ്ഞതാണ്. എന്ന് പല്ല് ഞെരിക്കുന്ന മകൾ രാജിയുടെ മുമ്പിൽ, മകൾ അങ്ങനെ പല്ല് ഞെരിച്ചെങ്കിൽ മകൻ എന്ത് ചെയ്തു? അമ്മയുടെ കഴുത്തിലുള്ള ഏക സ്വർണ്ണമാല കിട്ടാൻ വേണ്ടി പിടിവലി നടത്തി അമ്മയെ കൊല്ലും. ഏക സ്വർണ്ണമാല കിട്ടാൻ വേണ്ടി പിടിവലി നടത്തി അമ്മയെ കൊല്ലും. ആ മാല വിറ്റ് ആ മാലയ്ക്ക് വേണ്ടിയായിരുന്നു അമ്മ ജീവിച്ചത്. കാരണം അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്ത് അതായിരുന്നു. ആ മാലയ്ക്ക് വേണ്ടി പിടിവലി നടത്തി മകൻ അമ്മയെ കൊല്ലും. നിങ്ങളൊരു വീട് സങ്കല്പിച്ചോ. നമ്മൾ ഒരു പക്ഷേ കാണുന്ന സീരിയലുകളിലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ കാണുന്ന ഡ്രാമയോ പോലെയല്ല ജീവിതം. നിങ്ങൾ മനസ്സിലാക്കണം. ഡ്രാമയിലെ ആണുങ്ങളൊക്കെ എന്ത് സുന്ദരന്മാരും അല്ലേ, സൽസ്വഭാവികളും എത്ര പെർഫെക്റ്റും അല്ലേ. പക്ഷെ നിങ്ങൾ കൊറിയയിലൊന്ന് പോയി നോക്കും, അപ്പം കാണാൻ അവരുടെ തനി സ്വഭാവം. കൊറിയയെ പോലെ നോർത്ത് കൊറിയ പറയാനില്ല, നമുക്ക് അത്ര അറിയില്ല. സൗത്ത് കൊറിയയിലെ ആണുങ്ങളെ പോലെ പാട്രിയാർക്കലായ ആണുങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവർ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന യൂട്ടോപ്യകളാണ് നിങ്ങൾ കാണുന്ന ഡ്രാമകളിലെ പെർഫെക്റ്റ് ആയ കുട്ടികൾ. ശരിയല്ലേ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ഓക്കെ. അപ്പോൾ ആ മാല വിറ്റ് എന്ത് ചെയ്തു? അയാൾ അടിയന്തരം നടത്തി. മാല അപ്പോൾ എന്നിട്ട് മകൻ ഓടിപ്പോയി. കാരണം എന്താ? പോലീസ് പിടിക്കില്ല, അമ്മയെ കൊന്നതല്ലേ. അതുകൊണ്ട് മകൻ ഓടിപ്പോയി. അങ്ങനെ ഈ മകൾ, അമ്മ മരിച്ചു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. ഒരു ചേരിയിലൊരു ചെറിയ വീട്ടിലെ താമസം, ഒരു ചെറിയ പണിക്ക് പോകും. അങ്ങനെ പണിക്ക് പോയി. അപ്പോൾ അമ്മയുടെ മാല വിറ്റാൽ ചില്ലറ പൈസ ബാക്കിയുണ്ട്. അപ്പോൾ അമ്മയുടെ എന്തെങ്കിലും വേണ്ട വെച്ചാൽ ആ പൈസ കൊണ്ട് ഈ മോളൊരു മൂക്കുത്തി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറും, രാജിക്ക്. അപ്പോഴാണ് അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ തൂങ്ങിപ്പിടിച്ചതുമായ മാല പോലത്തെ അതേപോലത്തെ ഒരു മാല ജ്വല്ലറി ഇരിക്കുന്നു. മാറ്റിയെടുക്കാൻ കൊണ്ടെന്നാണ് സൂത്രത്തിൽ ആ മാല ഈ കുട്ടി ബാഗിലാക്കി. ഓക്കെ. എന്നിട്ട് മൂക്കുത്തിയും വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോരും. ശ്രദ്ധിച്ചില്ല. ഈ മാല മോഷണം പോയത് കാരണം ജ്വല്ലറിക്കാരൻ്റെ പണി പോയി. അങ്ങനെ ഇവളെന്ത് ചെയ്തു? ആ മാലയുമായി വീട്ടിലെത്തിയപ്പോൾ ഇവൾ ആരോ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ആ ജ്വല്ലറിയിലെ ജീവനക്കാരനെ അന്വേഷിച്ച് ഇവളുടെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തും. അപ്പോൾ ഒടുവിൽ അവൾ എന്ത് ചെയ്യും? ആ മാല എടുത്ത് അമ്മയുടെ കുഴിമാടത്തിൽ കുളിച്ചിട്ടിരിക്കുകയായിരുന്നു ആ മാല. കാരണം എന്താ? അമ്മ കുഴിമാടത്തിൽ കിടന്ന് മാലയില്ലാതെ കരയുന്ന കുട്ടി കേൾക്കുന്നുണ്ടത്രേ. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ആ മാല കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ മാല എടുത്ത് ജ്വല്ലറിക്കാരന് കൊടുക്കും, ജ്വല്ലറിയിലെ ജോലിക്കാരന് കൊടുക്കും. അയാൾ ആ മാലയുമായി തിരിച്ചു പോകും. അപ്പോൾ അവസാനം പക്ഷെ അയാൾ കുറച്ച് നന്മയുള്ള ആളാണ്. യമ പറഞ്ഞ നിങ്ങൾ ഓർക്കുക, ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങൾ ഞാൻ എന്താക്കി മാറ്റി? ശുഭകരമായ അന്ത്യങ്ങൾ നൽകി അല്ലേ, പ്രതീക്ഷാ നിർഭരമായ അന്ത്യങ്ങൾ നൽകി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജ്വല്ലറി ജീവനക്കാരൻ, നിങ്ങൾ ആരെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും കാരൂരിൻ്റെ മരപ്പാവകൾ അല്ലേ, സ്കൂൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? മരപ്പാവകളുടെ അവസാനം എന്താ? വീണക്കമ്പികൾ വീട്ടുന്ന പോലൊരു ശബ്ദം അവൻ്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു എന്നാണ്. അതേപോലെ ഈ ജ്വല്ലറി ജീവനക്കാരൻ മാല കിട്ടിയ ആൾ തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് ഇവളോടൊരു ചെറിയ ആഭിമുഖ്യം കാണിക്കുന്നതിൻ്റെ സൂചനകൾ കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുന്നു. കഥയുടെ അവസാനം എന്താണ്? അമ്മത്തെങ്ങ്, അമ്മയുടെ ചുടല ഇടത്ത് കുഴിച്ചിട്ട തെങ്ങ് വരാനിരിക്കുന്ന വിത്തുകളുടെ ഐശ്വര്യത്തിനായി മുടിയഴിച്ചാടി എന്ന് പറഞ്ഞ ഭ്രമാത്മകമാണ് ഇവരുടെ അന്ത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ കഥ, യമയുടെ ആദ്യത്തെ കഥ അവസാനിക്കുന്നത്. ഇങ്ങനൊരു വീട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നമ്മൾ അറിയണം, നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളിനി അധ്യാപകരും ഉദ്യോഗസ്ഥരും ഒക്കെ ആയി പല ഇടങ്ങളിലിരിക്കുമ്പോൾ ഇത്തരം വീടുകളിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർ നമ്മുടെ മുമ്പിൽ വരും, നിങ്ങൾ ഓർക്കണം. അപ്പോൾ അവരോട് മിനിമം കാരുണ്യമെങ്കിലും കാണിക്കാൻ നമ്മൾ ഇത്തരം കഥകളുടെ വായന നമ്മളെ സഹായിക്കും. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. ഓരോ ഇത്തരത്തിലുള്ള നമ്മുടെ ചെറിയൊരു കുറിപ്പടികളും ചെറിയൊരു ഫയൽ നോട്ടുകളും ആളുകളുടെ ജീവിതത്തെ അടിമൂടി മാറ്റിമറിക്കാൻ സഹായിക്കും. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ, നമ്മുടെ ഓഫീസിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഫയലുകളുമായി അപേക്ഷകളുമായി വരുന്ന മനുഷ്യരെ, അവരൊക്കെ ഇങ്ങനെ വലിയ ദുരിത ജീവിതങ്ങളുടെ ബാക്കിപത്രങ്ങളായിരിക്കാം പലരും എന്ന് നിങ്ങളെ തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇത്തരം കഥകളുടെ വായന സഹായിക്കും. സാഹിത്യത്തിൻ്റെ ഒരു ലക്ഷ്യം അതുതന്നെയാണ്. ഇസ്തറ്റിക്കലായ സൗന്ദര്യശാസ്ത്രപരമായ പഠനങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ നല്ല മനുഷ്യരാക്കാൻ, നമ്മളെ മറ്റു മനുഷ്യരുടെ ആത്മാവിലേക്ക് നോക്കാൻ പ്രാപ്തരാക്കാൻ കഥകൾ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും റീലുകൾ മാത്രമല്ല, ഇതിനെന്ത് വേണം?
ഡ്രാമ മാത്രമല്ല, കെ പോപ്പ് മാത്രമല്ല, ഗെയിമുകൾ മാത്രമല്ല, പിന്നെന്ത് വേണം? കഥകൾ വായിക്കണം. വായിക്കണം. ഓക്കെ. ഇനി ഇവരുടെ ഇത്തരത്തിലാണ് കഥകൾ. അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ്. മകൻ വിചാരിച്ചില്ല, അമ്മയുടെ മാലയ്ക്ക് വേണ്ടി പിടിവലി നടത്തിയപ്പോൾ അമ്മ മരിച്ചു എന്ന് മകൻ വിചാരിച്ചില്ല. തൊട്ടപ്പുറത്ത് എല്ലാത്തിനെയും ഞാൻ കൊല്ലുന്നു അവൾ ആർത്ത് വിളിച്ചപ്പോൾ സമാന്തരമായിട്ട് ഇപ്പുറത്ത് സ്വന്തം സഹോദരൻ അമ്മയെ കൊല്ലുന്നു അവൾ വിചാരിച്ചില്ല. ആ ജ്വല്ലറി പോയി നിന്നപ്പോൾ അമ്മയുടെ പോലത്തെ മാല കണ്ടപ്പോൾ ഒരു മൊമെൻറ്റിൻ്റെ ഫ്രാക്ഷനിലാണ് അവളത് എടുത്ത് ബാഗിൽ വെക്കുന്നത്. അതും അവൾ വിചാരിച്ചതല്ല. ഇങ്ങനെ ആകസ്മികതകളുടെ ഒരു തുടർച്ച കൂടിയാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ യമയുടെ കഥയിലേക്ക് വരാം. നിങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ വലിയ ഹാളിൽ ലൈറ്റും ഫാനൊക്കെ ഇട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് ടാഗൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതേ സമയത്ത് ലോകത്ത് കോടിക്കണക്കിന് നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾ വിശന്ന് അലറി പൊളിച്ച് കരയുന്നുണ്ടാവും. നിങ്ങൾ മറന്നു പോകരുത്. കോടിക്കണക്കിന് കുട്ടികൾ കരയുന്നുണ്ടാവും. വിശന്ന് മരണത്തിലേക്ക് പോകുന്നുണ്ടാവും. ഗാസയിൽ 15 ആൾക്ക് ഒരു പ്ലേറ്റ് ഭക്ഷണം കിട്ടാന്ന് പറയും. 15 ആൾക്ക് ഒരു പ്ലേറ്റ് ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് കിട്ടുക എന്നാണ് ഒരു കണക്ക് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പം അതുപോലെ ഗാസ മാത്രമല്ല, ലോകത്തിലെ ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്? മനുഷ്യർ വിശന്നും ഈ പറഞ്ഞ പോലെ അതിദരിദ്രമായ ഇടങ്ങൾ പ്രയാസപ്പെട്ടും അല്ലേ വളരെയധികം ക്രൂരതകൾ അനുഭവിച്ചൊക്കെ മനുഷ്യന്മാർ കരയുന്ന ഒരിടത്തുകൂടിയാണ് നമ്മൾ കുറച്ച് സമാധാനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ പഠിക്കാൻ മടിയാവുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പഠിക്കാൻ അവസരം നമുക്ക് കിട്ടിയില്ലേ എന്ന് വിചാരിക്കുക. രക്ഷിതാക്കൾ നമ്മളെ ഓരോ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നാശം എന്ന് വിചാരിക്കുന്നതിന് പകരം നമുക്ക് രക്ഷിതാക്കൾ ഉണ്ടാവാൻ ഭാഗ്യം ഉണ്ടായല്ലോ നിങ്ങൾ വിചാരിക്കണം. രക്ഷിതാക്കൾ ഉണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ, എന്ന് അത്യാവശ്യം നല്ല വസ്ത്രങ്ങൾ ഉണ്ടല്ലോ നമുക്ക് എന്ന് ഉള്ളതിനെക്കുറിച്ച് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ് ഇല്ലാത്തവരുടെ കഥകൾ നിറഞ്ഞ ഈ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ ഒരു വായനശാല വിപ്ലവം എന്ന് പറയുന്ന ഈ സമാഹാരത്തിൽ 7 കഥകൾ ഒന്ന് വിട്ട് എല്ലാം ഇത്തരത്തിലുള്ള പുറമ്പോക്ക് ജീവിതങ്ങളാണ്, പുറമ്പോക്ക് പെണ്ണുങ്ങളുടെ കഥകളാണ്. സ്വന്തം ജീവിത ചുറ്റുപാടുകളിൽ ഒറ്റപ്പെട്ട ദ്വീപുകൾ പോലെ നിലകൊള്ളുന്ന സ്ത്രീകളുടെ മനോവ്യാപാരങ്ങളാണ് മിക്ക കഥകളിലെയും ഉള്ളടക്കം. സുർജിത്തെ എത്ര സമയം? എനിക്കൊന്ന് ക്യൂ തരണേ കേട്ടോ. ഞങ്ങൾ ടീച്ചർമാർക്ക് ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. എത്ര വേണേ നീട്ടാം, അതാണ് എത്ര വേണേ നീട്ടാം എന്നാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഐഡിയ തരാം. പിന്നെ സ്വന്തം ജീവിത ചുറ്റുപാടുകളിൽ ഒറ്റപ്പെട്ട ദ്വീപുകൾ പോലെ നിലകൊള്ളുന്ന സ്ത്രീകളുടെ മനോവ്യാപാരങ്ങളാണ് മിക്ക കഥകളിലെ ഉള്ളടക്കം. ചുരുക്കി പറഞ്ഞു പോവാം. പാർശ്വവൽകൃതമായ പുറമ്പോക്ക് ജീവിതത്തെ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും സമകാലിക പ്രസക്തമായ രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. അമ്മ, വളരെ വൃദ്ധയായ അമ്മ, തേഞ്ഞു തീരുന്ന ശ്വാസകോശത്തിലേക്ക് ജീവവായു ഇങ്ങനെ വലിച്ചു കയറ്റുന്ന അതിദരിദ്രയും വൃദ്ധയും രോഗിയുമായ അമ്മ. പിന്നെ 2 മക്കൾ പൂവർ ഹോമിൽ പഠിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂവർ ഹോം? അനാഥാലയങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് കണ്ടതെന്നറിയോ? ഞാൻ മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് ഇത്തരം 1-2 പരമ്പരകൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന അനാഥാലയങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ മനുഷ്യർ, മാനസിക രോഗം വന്ന മനുഷ്യർ, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, വൃദ്ധസദനങ്ങൾ, മഹാരോഗം വന്ന ആളുകൾ, ഇത്തരം ഇടങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി കാണണം കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും എന്നറിയോ? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാവും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു NSSൻ്റെ ഭാഗമായ വിസിറ്റിലോ എന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ട മനുഷ്യർ, ആരുമില്ലാതെ ഫോൺ വിളിക്കാനോ കത്തെഴുതാനോ ഒന്നും ആരുമില്ലാതെ തിരിഞ്ഞു നോക്കാത്ത ഉപേക്ഷിക്കപ്പെട്ട ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. നമുക്കുള്ളതിൻ്റെ വില മനസ്സിലാവണമെങ്കിൽ ഇല്ലാത്തത് കാണണം എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഈ 2 പെൺമക്കളുടെയും വിശപ്പിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടി ലൈംഗിക തൊഴിൽ ചെയ്യുന്ന, അല്ലേ, സെക്സ് വർക്ക് ചെയ്യുന്ന സ്വർണ്ണലതയാണ് ഇതിലെ നായിക. അപ്പോൾ സ്വർണ്ണലതയെ ഒരു ദിവസം അവരുടെ ഏജൻറ്റ് ഒരു സിനിമ തിയേറ്ററിലേക്ക് വിളിക്കും.
അപ്പോൾ അവൾ സിനിമ തിയേറ്റർ കണ്ടിട്ടില്ല. കാരണം അത് ആർക്കുള്ളതാണ്? നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ആർക്കുള്ളതാണ്? അത്യാവശ്യം കാശുള്ളവർക്കുള്ളതാണ് സിനിമ തിയേറ്ററൊക്കെ. കണ്ടിട്ടില്ല. പക്ഷെ അവർ ആദ്യമായിട്ട് അവിടേക്ക് എന്തിനാണ് പോകുന്നത്? ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അവിടെ ചെന്ന് ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദേശീയ ഗാനം തുടങ്ങി. ദേശീയ ഗാനം തുടങ്ങിയപ്പോൾ ഇവളുടെ ഇടതുവശത്തിരിക്കുന്നപ്പോൾ ആരാണ് കസ്റ്റമർ എന്ന് മനസ്സിലാക്കാൻ ഇവൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ദേശീയ ഗാനം ആരംഭിക്കുന്നത്. ദേശീയ ഗാനം തുടങ്ങിയപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ മാത്രം എണീറ്റുന്നില്ല, ബാക്കി എല്ലാവരും എണീറ്റു. ഇയാളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് പണ്ട് സ്കൂളിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ജീവിതമാണ് അവളെ ഇങ്ങനെ ഇത്തരം ദയനീയമായ ജീവിതത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ അവൾ തൊട്ടടുത്തുള്ള ദേശീയഗാനം കേട്ടിട്ട് എണീക്കാത്ത ആളെ അവൾ ശ്രദ്ധിച്ചില്ല. അവൾ മനസ്സുകൊണ്ട് സ്കൂളിൽ പോയി ദേശീയഗാനമൊക്കെ ഒപ്പം പാടി. അത് കഴിഞ്ഞപ്പോൾ 3-4 തടിയന്മാർ വന്നിട്ട് ഇവനെ ചീത്ത പറയാം, അടുത്തിരുന്ന ആളെ. നീയൊക്കെ ആരാന്ന വിചാരം? ഇന്ത്യൻ ദേശീയതയെ ബഹുമാനിക്കാൻ നിനക്ക് അറിയില്ലേ? ദേശീയഗാനം പാടുമ്പോൾ എണീറ്റിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ആളുകൾ വന്നിട്ട് ഇവനെ ചീത്ത പറയണം. അവന് യാതൊരു ഭാവഭേദവും ഇല്ല. പുറത്തിറങ്ങ്, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ സീറ്റുകളിൽ പോയിരുന്നു. സിനിമയിൽ അതിസുന്ദരികളും സുന്ദരന്മാരും നൃത്തം ചെയ്യേ ഇടികൂടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. ഇവൾ ഏതാണ്ട് ഒരു ഊഹം വെച്ച് ഇവളുടെ തൊഴിലൊക്കെ പൂർത്തിയാക്കി ഇൻ്റർവെല്ലായപ്പോൾ ഇവൾ നോക്കുമ്പോൾ 2 സീറ്റിലും ആളില്ല. 2 സീറ്റിലുള്ള ആളും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈശ്വര, ടിക്കറ്റിൻ്റെ പകുതി കൊടുത്തില്ലെങ്കിൽ നിസ്സാരമായ 400 രൂപയാണ് ഇവളുടെ വരുമാനം. ആ പൈസ കിട്ടില്ല എന്നാലോചിച്ച് നോക്കുമ്പോൾ ഇടത്തെ വശത്ത് ദേശീയഗാനം കേട്ട് എണീക്കാത്ത ആളെ സീറ്റിൽ ഒരു ടിക്കറ്റിൻ്റെ പകുതിയുണ്ട്. അപ്പോൾ അവൾ സേവനം നൽകി പുറത്തിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ എന്തായാലും ആ ടിക്കറ്റിൻ്റെ പകുതി എടുത്തിട്ട് അവൾ പോകാൻ നേരത്ത് ഒരു വിരലിൻ്റെ വലിപ്പമുള്ളൊരു വെളുത്ത സാധനം അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തു. അയാളുടെ ആയിരിക്കും വിചാരിച്ചു. എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്ങനെ പുറത്തിറങ്ങി ഏജൻറ്റിന് കൊടുക്കുകയാണ് ഈ ടിക്കറ്റിൻ്റെ പകുതിയും ഈ വീണ് പോയ സാധനവും. അപ്പോൾ ഏജൻറ്റ് പറയാണ്, പാവം, അയാൾക്ക് ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും അറിയില്ല, ബധിരനാണ്, മൂകനുമാണ്. അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ദേശീയഗാനം കേട്ട് എണീറ്റില്ല എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞത് എന്നുള്ളതാണ്. ആരുടെയാണ് ഈ ദേശം? ആരുടെയാണ് ഈ ദേശീയത? ദേശീയതയോടുള്ള ബഹുമാനം നമ്മൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ടതുണ്ടോ? ആരെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയമായ ചോദ്യങ്ങളും ഒപ്പം തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ അധികാരമുള്ള പൗരന്മാരാവേണ്ട നമ്മൾ മൂകരും ബധിരരുമായ പ്രജകളായി മാറുന്നതിൻ്റെ ചില സൂചനയൊക്കെ കൂടി ഈ കഥകൾ അവതരിപ്പിക്കുന്നു. പിന്നെ ഇങ്ങനെ മറ്റൊന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണ്. ഒരു വായനശാല വിപ്ലവം എന്ന് പറഞ്ഞ കഥ. വായനശാല ആർക്കുള്ളതാണ്? ആണുങ്ങൾക്കുള്ളതാണ് അല്ലേ? കോളേജ് ലൈബ്രറികളും സ്കൂൾ ലൈബ്രറികളും പെൺകുട്ടികൾക്കുള്ളതാവുമ്പോൾ പൊതു വായനശാലകൾ പലപ്പോഴും ആണുങ്ങളുടെ ഇടങ്ങളാണ്. അങ്ങനെ വായനശാലയിൽ ലീലാമ്മ എന്ന് പറയുന്ന സ്ത്രീ വായിക്കുന്നതും, നിങ്ങൾ KR മീരയുടെ അച്ചാമ്മയ്ക്ക് സംഭവിച്ചത് എന്നൊരു കഥയുണ്ട്. അച്ചാമ്മ പഠിച്ചു, അച്ചാമ്മ വായിച്ചു, അച്ചാമ്മ എഴുതി, അച്ചാമ്മയുടെ എഴുത്ത് ആ നാട്ടിലുണ്ടാക്കിയ വിപ്ലവമാണ് അച്ചാമ്മയ്ക്ക് സംഭവിച്ചത് എന്ന് പറയുന്ന കഥയിൽ KR മീര വളരെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ വായനശാലയിൽ വായിക്കാൻ പോയി, വായിച്ച് നാട്ടിലെ പെണ്ണുങ്ങളെ വായനക്കാരാക്കി പൂട്ടിയ വായനശാല തുറക്കാൻ സമരം ചെയ്ത് വിജയിച്ച ലീലാമ്മയുടെ കഥയാണ്. വിജയിപ്പിച്ച ലീലാമ്മ എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീയുടെ കഥയാണ് ഒരു വായനശാല വിപ്ലവം. പോസ്റ്റ്മാൻ്റെ മകൾ, ചേരിയിലെ ഏക സർക്കാർ ഉദ്യോഗസ്ഥനും ദളിതനുമായ ഗോപാലിൻ്റെ മകളുടെ കഥയാണ്. ഗോപാലൻ മരിച്ചതിന് ശേഷമുള്ള അവരുടെ തുടർ ജീവിതമാണ്. അതിലൊരു സെൻറ്റൻസ് ഉണ്ട്, അതിലെ നായകൻ പാമ്പ് പിടുത്തക്കാരനാണ്. മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന പാമ്പിനെ കണ്ട ആളുകൾ പേടിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ പാമ്പ് തന്നെയാണ് പേടിക്കുന്നത് എന്ന നിരീക്ഷണം ദളിത് ജീവിതത്തിൻ്റെ വളരെ സവിശേഷമായൊരു ഉൾക്കാഴ്ച കൂടിയാണ്. ഇനി ഓടിച്ച പ്രമേയങ്ങളെക്കുറിച്ച് പറഞ്ഞുവാണ്. വിചിത്ര സ്വഭാവി എന്ന ആളുകൾ കരുതിയ സതിയുടെ ജീവിത പ്രണയ മരണങ്ങൾ ആവിഷ്കരിക്കുന്ന സതി, നഷ്ടപ്രണയത്തെ തേടി കടലിലിറങ്ങിപ്പോയ വൃദ്ധ സൃഷ്ടിച്ച സ്നേഹത്തുരുത്തിനെ കാണിച്ചു തരുന്ന തുരുത്തുകൾ ഉണ്ടാവുന്നത് ഒക്കെ അരികു ജീവിതത്തിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. ദൈവവും ശാസ്ത്രജ്ഞനും വൃദ്ധയും തമ്മിലൊരു സംവാദം ആവിഷ്കരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതിൽ ദൈവത്തെ ഒരു വളരെ ഏകാഗിയായ ഒരു സാധുവായ ഒരു വ്യക്തിത്വം, ഒരു കണമായിട്ടാണ് അവതരിപ്പിച്ചത്. ദൈവത്തിൻ്റെ വിശേഷണം എന്താ അറിയോ? വെയിലത്ത് കപത്തുള്ളി പോലെ വെട്ടിത്തിളങ്ങിയ ദൈവം എന്നാണ് പറയുന്നത്.
ആ ദൈവം അവസാനം ഏറ്റവും ദരിദ്രയായ ഒരു വൃദ്ധയിലാണ് പ്രവേശിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു. ഈ രണ്ടാമത്തെ സമാഹാരമായ പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത് എന്നതിൽ 8 കഥകളുണ്ട്. ഇവിടെയും പുറമ്പോക്കുകളും ദരിദ്ര ജീവിതങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആദ്യ സമാഹാരത്തിന് വ്യത്യസ്തമായിട്ട് മറ്റ് ഇടങ്ങളിലേക്ക് ദൃഷ്ടി പായിക്കുന്നുണ്ട്. അവിടെ ഒരു കാലിന് സ്വാധീനമില്ലാത്ത ആയിഷ ബഹുവിധ പാർശ്വവൽക്കരണങ്ങൾ നേരിടുന്ന സ്ത്രീയാണ്. അവരുടെ ജീവിതം മലിന മനുഷ്യൻ ഉണ്ട്, ആ പേരിനെ വിളിച്ചിരുന്ന ഒരാളെ. അല്ല, മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് മലിന എന്നാണ്. ഈ മലിന ഓഫ്ലൈനിലെ ഒരു സെയിൽസ് ഗേളാണ്, ദരിദ്രയായ സെയിൽസ് ഗേളാണ്. ഓൺലൈനിൽ കേരളത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കുന്ന ഒരു ഓൺലൈൻ അവതാരമാണ്. അവളുടെ ഓരോ വാക്കുകൾക്കനുസരിച്ച് കേരളം കിടുങ്ങി വിറയ്ക്കും. അവൾ അവസാനം ലൈവായിട്ട് കൊല്ലപ്പെടുകയാണ്. മലിനയുണ്ട്. പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത് എന്ന് പറയുന്ന കഥ പെണ്ണുങ്ങൾ മാത്രം കാണുന്ന ഒരു സൃഷ്ടിക്കുന്ന ഒരു സവിശേഷ ബദൽ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. അങ്ങനെ ഈ പ്രമേയ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. പുറമ്പോക്കിലെ ചേരികളിലെ ഏറ്റവും ദരിദ്രവും മുഷിഞ്ഞതുമായ ഇടങ്ങളിലെ പൊരുതി ജീവിക്കുന്ന സ്ത്രീയുടെ തൻ്റെ ഇടങ്ങൾ യമ കഥകൾ സൃഷ്ടിക്കുന്നു. ജീർണിച്ച കാലത്തിൻ്റെ ഊളത്തരങ്ങളെ അസാമാന്യ ധൈര്യത്തോടെ വലിച്ചു പുറത്തിടുന്നു. രണ്ടാമത്തെ സമാഹാരം എത്തിയപ്പോഴേക്കും ചേരികളും റെയിൽവേ പുറമ്പോക്കുകളും ഒക്കെ വിട്ടിട്ട് ദരിദ്രമായ വീടുകളിലേക്കും ഒക്കെ കഥാ പശ്ചാത്തലം മാറുന്നുണ്ട്. എന്നാലും ഏകാകിനിയായ സ്ത്രീയുടെ മനസ്സ്, ദാർശനിക മനോഭാവമുള്ള സ്ത്രീയുടെ മനസ്സ് ആദ്യമായിട്ട് മലയാള ചെറുകഥയിൽ കൊണ്ടുവന്നതും യമയാണ്. ഇനി ആഖ്യാനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പ്രമേയമാണെങ്കിൽ ആഖ്യാനത്തിൽ എന്താണ് വ്യത്യാസം? ആഖ്യാന കാലത്ത് ചിലപ്പോൾ ആനന്ദിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവർ. ദീർഘവും അവ്യക്തവുമായ തുടക്കം, തത്വചിന്താപരവുമായ തുടക്കം, തുടർന്ന് കഥ, അത് കഴിഞ്ഞ് ഭ്രമാത്മകവും അവ്യക്തവുമായ അന്ത്യം എന്ന മട്ടിലാണ് പോകുന്നത് രമയുടെ കഥകൾ. സംഭവങ്ങളുടെ ആധിക്യമല്ല, സൂക്ഷ്മ കാഴ്ചകളുടെ ധാരാളിത്തമാണ് ഇവരുടെ കഥകളുടെ ആഖ്യാനപരമായ സവിശേഷത. പല കഥകളും സൂക്ഷ്മമായ വിവരണം കൊണ്ട് ദൃശ്യാനുഭവങ്ങളായി മാറുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അഴുക്കുകളെ ധാരാളമായി വർണ്ണിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. മൂക്കള, അഴുക്ക്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ദുർമണങ്ങൾ, അഴുക്കുചാൽ, മൂത്രം, കഫം, അമേദ്യം, സാനിറ്ററി നാപ്കിൻ, കക്കൂസ് എന്നിവയൊക്കെ ഇവരുടെ കഥകൾ പലപ്പോഴും കടന്നു വരുന്നു. ഞാൻ ഉദാഹരണം ഇവിടെ വായിക്കുന്നില്ല. ഇത് 90കളിൽ അമേരിക്കൻ ചെറുകഥയിലുണ്ടായ ഡേർട്ടി റിയലിസത്തിൻ്റെ ഒരു മലയാള രൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, ദാർശനികമായ ജീവനിരീക്ഷണങ്ങൾ കഥകളിൽ ധാരാളമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഞാൻ വെറുതെ 1-2 മാത്രം വായിക്കാം. പരിചയക്കാര മുഖത്തെ ചുളിവുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വളർന്നു വരുന്ന ഒരു കഥയാണ് ഓരോ മനുഷ്യനും. പിന്നെ കടമകളുടെ കൂമ്പാരത്തിലേക്ക് ജനിച്ചു വീഴുന്ന മനുഷ്യർ കുറ്റബോധം തിന്നു തൂറി ജീവിക്കുന്നു. പുറമ്പോക്കുകൾ രാഷ്ട്രീയ അജണ്ടയാണ്. കയ്യിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നാളം പിടിച്ച ശേഷം അത് കെട്ടുപോകുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് ആ ദൈവം സങ്കടപ്പെടുന്നുണ്ടാവും. അതിരുകളില്ലാത്ത വിശാല പ്രപഞ്ചത്തിൻ്റെ അലങ്കോലപ്പെട്ട ഭൂപ്രദേശങ്ങൾ ഉള്ളിൽ പേറുന്നത് കൊണ്ടാണ് പെണ്ണുങ്ങൾ അസ്ഥിരരും ഉന്മാദികളുമൊക്കെ ആണെന്ന് ആണുങ്ങൾക്ക് തോന്നുന്നത്. ഇങ്ങനെ ധാരാളം തത്വചിന്താപരമായ ജീവദർശനങ്ങൾ ഈ കഥകളിൽ എമ്പാടും കാണാം. ഇത്തരം ദർശനങ്ങൾ ഈ കഥകളെ വെറും ജീവിത കഥകൾക്കപ്പുറത്തേക്ക് ആശയ ചർച്ചകൾക്കും തത്വവിചാരങ്ങൾക്കുള്ള ഇടമാക്കി മാറ്റുന്നു. എന്തായാലും പിന്നെ ഭൂരിപക്ഷവും ഏകാകിനികളായ, ഒറ്റയ്ക്ക് നിൽക്കുന്ന, കരുത്തരായ, ദാർശനികരായ സ്ത്രീകളുടെ മാനസിക അനുഭവങ്ങൾ കൂടിയാണ് ഈ തത്വചിന്തകളും അവരുടെ കഥകളും. അത് മലയാള കഥയെ സമ്പന്നമാക്കുകയാണ്, മലയാള ജീവിതത്തെ. ഭാഷയിലും ഒക്കെ ഇത്തരത്തിലുള്ള നിർഭയത്വങ്ങളും തുറന്നു എഴുത്തുകളും ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രമേയം, കീഴളപക്ഷത്തുള്ള ഉറച്ചു നിൽക്കൽ, കീഴള സ്ത്രീവാദ രാഷ്ട്രീയത്തിൻ്റെ സൂക്ഷ്മത, ജീവിത വ്യാഖ്യാനങ്ങളിലെ സ്ത്രീപക്ഷ കാഴ്ചയിലെ വ്യതിരിക്തത, വ്യക്തിബന്ധങ്ങൾ ആവിഷ്കരിക്കുന്നതിലെ തെളിച്ചം, നിർഭയത, തുറന്നെഴുത്ത് എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ കൊണ്ട് മലയാള കഥാസാഹിത്യത്തിൽ യമ ഒരു ഏകാന്ത പ്രതിഭാസമാണ്. ദളിത് ഫെമിനിസത്തിൻ്റെ ഈ ശബ്ദം മലയാള സാഹിത്യത്തിൽ ഇത്ര ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ആദ്യമായാണ്. അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ധീരമായും സ്വതന്ത്രമായും നിർമ്മിക്കുന്ന പരമാധികാര സാമ്രാജ്യങ്ങളാണ് യമയുടെ കഥകൾ. ഈ ഒരു
തിയറിയുടെ ഒരു പാർട്ട് ഞാൻ പറയുന്നില്ല, നിർത്തുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, വിയോജിപ്പുകൾ, കൂട്ടിച്ചേർക്കൽ ഉണ്ടെങ്കിൽ പെട്ടെന്നാവാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിസ്കഷൻ്റെ സമയമാണ് ഇനി. ടീച്ചറോട് ഇതുവരെ കേട്ടതിൻ്റെ എന്തെങ്കിലും വിശദീകരണമോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. ചോദിക്കാം, വിയോജിക്കാം, വിമർശിക്കാം. അത് കഥയിൽ മാത്രം നിൽക്കണമെന്നില്ല. അത് ടീച്ചർ എല്ലാ ഏരിയയിലും ഇടപെടുന്ന ആളായതുകൊണ്ട് മാധ്യമപ്രവർത്തനം, സിനിമ, നാടകം, അധ്യാപനം, ഫെമിനിസം, മാർക്സിസം, അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും ഇടപെടാൻ കഴിയുന്ന വെള്ളം മാറ്റിയിട്ടുള്ളൊരു പ്രതിഭാസമായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഏരിയയായിരുന്നു ടീച്ചറോട് ചോദ്യം ചോദിക്കാം എന്നുള്ളതാണ്. ചോദ്യമുണ്ടോ? നോക്കല്ലേ, ഇസ്ലാമിസ്റ്റുകാരെ ഉണ്ടോ? മൈക്ക് കൊടുക്കാം. എൻ്റെ പേര് അബ്ദുൾ റസാഖ്. ചോദ്യം ഇതാണ്: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അടുത്തുണ്ടായിട്ടും ഒരു കടലോളം കാര്യങ്ങൾ പറയാനുണ്ടായിട്ടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം, ആ ഒരു സംഭവം ആസ്പദമാക്കിയിട്ടുള്ള ഏതെങ്കിലും കഥകൾ പുതിയതായിട്ട് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഏതാണ്ട് ഞാൻ ഇങ്ങനെ ആ ചോദ്യം മനസ്സിലാക്കിയത്, അത് അത്ര ഓഡിബിൾ ആയിരുന്നില്ല എനിക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അടുത്തുണ്ടായിട്ടും പറയാൻ കടലോളം കാര്യങ്ങൾ ഉണ്ടായിട്ടും അത് പറയാൻ പറ്റാത്ത വിങ്ങൽ ആവിഷ്കരിക്കുന്ന കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ല ചോദ്യം അല്ലേ? ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ കഥാവിഷയങ്ങളെ ഒരു 5-6 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്നേഹം എന്ന് പറയുന്നത്. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ സങ്കടമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടങ്ങളിലൊന്ന്. ശരിയല്ലേ? എന്തറിയില്ലേ? തിരിച്ചു കിട്ടാത്ത സങ്കടങ്ങളെ, സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളെ പോലെ മനുഷ്യരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു പ്രതിഭാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ധാരാളം എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് സംഭവപ്രധാനമായ കഥകളാണെങ്കിൽ പുതിയ കാലത്ത് നിരവധി എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താ പറയുക, എൻ്റെ കൂടെ ഒരാൾ ഗവേഷണം ചെയ്യുന്നുണ്ട് JRF കൂടി. പിന്നെ പ്രണയത്തിൻ്റെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിലെ പ്രണയ കഥകളെ ഒരു സ്ത്രീപക്ഷത്തിന് കാണുന്നൊരു ഒരു അന്വേഷണം നടത്തിയപ്പോൾ അത് തീസിസ് കഴിഞ്ഞു, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവാലുവേഷന് പോയി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചു കിട്ടാത്ത സ്നേഹം ആവിഷ്കരിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അത് ലോകത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, മലയാളത്തിലുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് ആണും പെണ്ണും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അത്തരം ധാരാളം കഥകളുണ്ട്. ഞാൻ പറയുന്ന നിങ്ങളോട്, കുട്ടികളോട് കഥകൾ വായിക്കണം എന്നാണ്. പിന്നെ സ്ത്രീകൾ അത്തരം എഴുത്തുകൾ എഴുതുന്നതിൽ വ്യത്യാസമുണ്ട്. പ്രണയത്തെ മുമ്പത്തെ തലമുറ കാണുന്ന പോലെ അത്ര കാൽപ്പനികമായിട്ടല്ല പുതിയ തലമുറ കാണുന്നത്. കാരണം പ്രണയത്തിന് ശേഷം അതിനൊരു പ്രണയത്തിനൊരു തുടക്കവും അതിൻ്റെ ഒരു തീവ്ര അവസ്ഥയും അതിനോടുള്ള ഒരു കുന്നുകയറ്റം പോലെയാണ് പ്രണയം എന്നാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ മനസ്സിലാക്കുന്നത്. ആ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ തീവ്രാവസ്ഥ എന്ത് ചെയ്യും? കുറയും എന്നാണ് കുമാരനാശാൻ പറഞ്ഞിട്ട് കരുതുവതിഹ ചെയ്യ വയ്യ എന്ന്. അപ്പം നമുക്ക് പറയാൻ ഉള്ളിലുള്ളത് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കുമാരനാശാൻ്റെ കവിതകൾ തൊട്ട് മാധവിക്കുട്ടൻ്റെ കഥകൾ തൊട്ട് അല്ലേ, മലയാളത്തിൽ അഷീതയുടെ കഥകളിലുണ്ട്, സാറ ജോസഫിൻ്റെ ആദ്യകാല കഥകളിലുണ്ട്, പിന്നെ ചന്ദ്രമതിയുടെ കഥകളിലുണ്ട്. ഇങ്ങനെ പല പല കഥകളിലും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ തലമുറയുടെ വ്യത്യാസം, അവർ പ്രണയത്തെ നമ്മൾ പറയുന്ന പോലെ അത്ര കാൽപ്പനികമായിട്ടല്ല കാണുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്. പൂർണ്ണമായിട്ട് ഉത്തരമല്ല, എന്നാലും ചോദ്യമോ വിയോജിപ്പുകളോ കൂട്ടിച്ചേർക്കലുകളോ വിമർശനങ്ങളോ എന്നും പറയാം. എൻ്റെ പേര് ഷംനാദ്. ഞാൻ MA ഇസ്ലാമിക് ഹിസ്റ്ററി ഫസ്റ്റ് ഇയറാണ്. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ
സ്ത്രീ കൂട്ടായ്മ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അഥവാ ഈ നിയമത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നുണ്ട്. അത് വെച്ച് ഈ പുരുഷന്മാർക്കെതിരെ ഒരുപാട് ദുരുപയോഗങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിലും മറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം എന്നാണ്? സ്ത്രീകളുടെ നിയമത്തിൽ ദുരുപയോഗം നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2024 അല്ലേ? 2024 സ്ത്രീധന മരണങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട് അല്ലേ? നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം പിന്നെ സ്ത്രീധന മരണങ്ങളുണ്ട്. പ്രണയിച്ചിട്ട് പണ്ടൊക്കെ സുർജിത്തിനൊക്കെ തലമുറയിലെ കുട്ടികൾ പ്രണയിച്ചിട്ട് ആ പ്രണയമൊക്കെ വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചാലൊക്കെ വിഷമിച്ചിട്ട് അങ്ങനെ പാട്ടിന് പോകും. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുക? മണ്ണെണ്ണയും പെട്രോളൊക്കെ ആയിട്ട് പിന്നാലെ ഓടും അല്ലേ? കത്തിയൊക്കെ ആയിട്ട് പിന്നാലെ ഓടും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനൊരു തലമുറ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുക തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് കൂടുന്നത്? പണ്ട് അതിക്രമങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ അനിമൽ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തുമാത്രം വയലൻസ് ആണ് ആ സിനിമ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടില്ല, അതിൻ്റെ റീലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് 3 ഭാര്യമാരെന്നൊരുത്തൻ ആരെ വേണം എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അപ്പം അതിനകത്ത് ഇവിടെ ഒരു ബെഡിൽ വേറെ സ്ത്രീ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതിൻ്റെ ക്ലിപ്പിങ്സേ കണ്ടിട്ടുള്ളൂ. ഈ വയലൻസാണ് നമ്മൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത്. അങ്ങനെ വയലൻസിൻ്റെ ഹിംസയുടെ ആഘോഷങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾക്കെതിരെയുള്ള ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയും. ഈ ഹിംസാത്മകമായ ആണത്തം ഇങ്ങനെ സിനിമകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ആഘോഷിക്കപ്പെടും. എന്ത് സംഭവിക്കുന്നു? അതാണ് ആണത്തം എന്ന് കുറേ ആൺകുട്ടികളെങ്കിലും തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ആ തെറ്റിദ്ധാരണ മൂലം സ്ത്രീകൾക്ക് നേരെയുള്ള വയലൻസും മറുവശത്ത് കൂടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഇത് വയലൻസ് ആണെന്നുള്ള തിരിച്ചറിവും സ്ത്രീകൾ കൂടുന്നുണ്ട്. സ്ത്രീകളുടെ തിരിച്ചറിവ് വർദ്ധിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു നില. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആൺകുട്ടികളാണ്. നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെടുന്നില്ല. ഉണ്ടോ? ഇല്ല, അയക്കപ്പെടുന്നില്ല. ഞാൻ നാട്ടിലെ പൊതു ടെർമിനോളജി ഉപയോഗിച്ച് പറയാം. അവളെ അയച്ചു എന്നൊക്കെയല്ലേ പറയാം അല്ലേ? നമ്മൾ കത്തൊക്കെ അയക്കുന്ന മാതിരി പെണ്ണിനെ അയച്ചു എന്ന് പറയാം. കെട്ടിച്ച് വിട്ടു, അയച്ചു, പെൺകൊട നടത്തി അല്ലേ? കന്യാദാനം നടത്തി, കൊടുത്തു എന്നൊക്കെ പറയും. ഇങ്ങനെ കൊടുത്ത് കൈമാറി കെട്ടിച്ച് വിട്ട് അയക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആണുങ്ങൾ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അനുഭവിക്കില്ല. അപ്പം അങ്ങനെ വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ സ്വന്തം അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ പറിച്ചു നട്ട് മറ്റൊരിടത്ത് കഴിയുന്ന ആളുടെ പ്രയാസങ്ങളെക്കുറിച്ച് പണ്ടത്തെക്കാളധികം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ബോധമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് പണ്ടത്തെ മാതിരി അനുഭവിക്കാൻ പെൺകുട്ടികൾ തയ്യാറല്ല. അതേസമയം എന്ത് സംഭവിക്കുന്നില്ല? ഈ ടോക്സിക് മാസ്കുലിനായ സിനിമകളും മാധ്യമ ഉള്ളടക്കങ്ങളും റീലുകൾ നോക്കി എന്തുമാത്രം വയലൻസ് ആണ്. നിങ്ങളുടെയൊക്കെ സ്വർഗ്ഗലോകങ്ങളല്ലേ റീലുകൾ അല്ലേ? എന്തുമാത്രം വയലൻറ്റ് കണ്ടന്റാണ് റീലുകളിലുള്ളത്. ഓൾഡേ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കണ്ടു. ഓൾഡേ അല്ല, എല്ലാവരുടെയാണ് റീലുകൾ. അപ്പോൾ പിന്നെ റീലുകളുടെയൊക്കെ എന്തുമാത്രം വയലൻറ്റ് കണ്ടന്റാണ് റീലുകളിലുള്ളത്. അപ്പം വയലൻസ് കൂടുന്നുണ്ട്. വയലൻസ് കൂടുന്തോറും നിയമങ്ങൾ കൂടുന്നുണ്ട്. ഈ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരുപയോഗം നടക്കും. പക്ഷേ ദുരുപയോഗം ചെറിയൊരു ഭാഗമാണ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കാം. വണ്ടി ആക്സിഡൻ്റ് ആവും അല്ലേ? എത്രയോ വണ്ടി ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കാതിരിക്കുമോ? ഇല്ല. നമുക്ക് വണ്ടികൾ വേണം. എന്തിനാ? ലക്ഷ്യസ്ഥാനത്തെത്താൻ. ശരിയല്ലേ? ലക്ഷ്യസ്ഥാനത്തെത്താൻ വണ്ടിയില്ലാതെ നടന്നു പോകുന്നൊരു കാലം നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. മൊബൈൽ ഫോൺ റേഡിയേഷൻ ഉണ്ടാക്കും. പല മൊബൈൽ ഫോണും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ വേണ്ടാക്കിയോ? ഇല്ല. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആക്കാൻ, കുറച്ചുകൂടി സ്ത്രീകൾക്ക് നീതി കിട്ടാൻ ഈ നിയമങ്ങൾ വേണം, ഉണ്ടായേ പറ്റൂ. കാരണം അത്ര കൂടുതലാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികൾ. പക്ഷേ അതിനർത്ഥം വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന പോലെ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലെ പരിമിതമായ ദുരുപയോഗങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ എന്താ പറയുക, വ്യാപകമായ നല്ല ഉപയോഗങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശബ്ദതാരാവലി കേട്ടിട്ടുണ്ടോ? മലയാളം നിഘണ്ടുവാണ്. ശബ്ദതാരാവലി ഒരു വിദ്വാൻ അങ്ങനെ മറച്ചു നോക്കിയിട്ട് പോയിട്ട് പറഞ്ഞു, എന്തുമാത്രം തെറിയാണിതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷാണ്. മാഷ് ചോദിച്ചു, അതെങ്ങനെ കുഞ്ഞോനെ?
ഞാൻ ഈ ശബ്ദാരാവിൽ ഇത്ര തെറിയൊന്നും കണ്ടില്ലല്ലോ. എത്രമാത്രം നല്ല വാക്കുകളുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്ക്, നന്മയെക്കുറിച്ച് പറയുന്ന വാക്ക്, കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന എത്ര വാക്കുകളുണ്ട്. നീ മാത്രം എങ്ങനെ കുഞ്ഞുമാൻ ഇത്ര തെറി കണ്ടു വെച്ചു. അവൻ തെറി മാത്രമാണ് എണ്ണി നോക്കിയത്. മനസ്സിലായില്ലേ? അത് ലക്ഷക്കണക്കിന് വാക്കുകളുള്ള ഒരു ഡിക്ഷണറിയിൽ നമ്മൾ തെറി മാത്രം എണ്ണി നോക്കിയത്, നല്ലതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ഈ നിയമങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല ഫലങ്ങൾ നമ്മൾ കാണാതെ അതിൻ്റെ പരിമിതമായ ദുരുപയോഗങ്ങൾ നമ്മൾ കേന്ദ്രീകരിക്കരുത്. ദുരുപയോഗങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ഇടപെടണം, തീർച്ചയായിട്ടും ഇടപെടണം. തെറ്റായ പ്രവണതകളെ തിരുത്തണം. പക്ഷേ അതുകൊണ്ടാവുന്ന നല്ല കാര്യങ്ങളെ കാണാൻ നമുക്ക് കണ്ണുണ്ടാവണം. ശബ്ദാരാവലിയിൽ ഒരു 100 താഴെ തെറികളേ ഉള്ളൂ, ലക്ഷത്തിലധികം വാക്കുകളുണ്ട് എന്നുള്ള പോലെ ഈ നിയമങ്ങൾക്ക് ഒരുപാട് സതുപയോഗങ്ങളുണ്ട്, പരിമിതമായ ദുരുപയോഗങ്ങളേ ഉള്ളൂ. ദുരുപയോഗങ്ങൾ വെച്ചുകൊണ്ട് സതുപയോഗങ്ങളെ, നല്ല ഗുണങ്ങളെ കാണാതെ പോകരുത്. നമ്മുടെ കാഴ്ചയൊന്ന് മാറ്റണം. പിന്നെ തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്, ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും. ആ തെറ്റുകളെ അത് ഇൻഡിവിജ്വലായ സംഭവം എടുത്ത് തിരുത്തുവാനുള്ള ആർജവമാണ് വേണ്ടത്. ഓക്കെ. നമ്മൾ ഇത്രയും സമയം ഇരുന്ന തന്നെ വലിയ കാര്യം അല്ലേ? വിശന്നിട്ടാണെങ്കിൽ വയ്യ, എന്നാൽ വേണ്ടില്ല. സുജിത് മാഷുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഇവിടെ പലരും ഇരുന്നത് അല്ലേ? അതെ. അപ്പൊ നിങ്ങളുടെ അധ്യാപകരെ കുറച്ച് പേടിച്ചിട്ടും നിങ്ങളുടെ സ്വന്തം അധ്യാപകരുടെ സ്നേഹം മൂലമൊക്കെയാണ് ഞങ്ങളിവിടെ ഇത്രയും സമയം ഇരുന്നത്. ഇനി ഞങ്ങളുടെ ഭക്ഷണം കൂടി മുടക്കിക്കൊണ്ടിരിക്കാൻ പ്രയാസമുണ്ട്. തന്നെ നിങ്ങളൊക്കെ പലരും പറയാതെ പറയുന്നത്. എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വരുമ്പോൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബോറടിക്കുന്നു, കുട്ടികൾ കുറേശ്ശെ ഇറങ്ങിപ്പോകുന്നു. മൊബൈൽ ഫോൺ നിവർത്തി നിങ്ങളുടെ സ്വന്തം സ്വർഗ സാമ്രാജ്യ റീലുകളിലേക്ക് പ്രവേശിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ആരും മൊബൈൽ ഫോൺ കുത്തുന്നത് കണ്ടില്ല. ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് കുത്തുന്നത് കണ്ടില്ല. ആരും അധികം പേര് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ ആക്റ്റീവായ ലിസണിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ NES കല്ലടി കോളേജ് മണ്ണാർക്കാടിനെ അഭിമാനിക്കാം. കാരണം എന്താണ്? നല്ല കുട്ടികളുടെ ഒരു കോളേജാണെന്ന് നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാം. ഇനിയും എന്താണ് ജീവിതത്തിൽ ഏകാഗ്രത, ഇപ്പോൾ ലോകത്തെ ബാധിച്ച അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം ഒന്നും ഇല്ലാത്ത, പഠിക്കുന്ന ഗൗരവമായി കാര്യങ്ങളെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളുടെ ഒരു കോളേജ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. Thank you, ma'am. Thank you very much for a fruitful session. Next, I would like to welcome Dr. K. Sanjeev Kumar on the stage to present the token of appreciation to Dr. Sunitha TV. Sir, please. Thank you, sir. Now I request Professor Rajita Kea, Assistant Professor, Department of Malayalam, to deliver the vote of thanks. Ma'am, please. ചെയർ ചെയ്ത അസിസ്റ്റന്റ് പ്രൊഫസർ സുജിത് സർ, അതുപോലെ വളരെ മനോഹരമായി നമുക്ക് അധികാരമില്ലാത്തവരുടെ സാമ്രാജ്യ നിർമ്മിതി യമയുടെ കഥകളിൽ നിന്ന് വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച
പ്രിയപ്പെട്ട സത്യത്തിൽ 1 മണിക്കൂർ ഇത് ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സുജിത് സാർ പറഞ്ഞത് ഏറ്റവും സ്നേഹത്തോടു കൂടി ടീച്ചറെ എന്ന് വിളിക്കാവുന്നവരിൽ പ്രഥമ സ്ഥാനീയാണെന്ന് പറഞ്ഞിരുന്നു. 1 മണിക്കൂർ ടീച്ചറുടെ സംഭാഷണം കേട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു അടുപ്പം ടീച്ചറുമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ടീച്ചറെ തന്നെ അഭിസംബോധന ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇത്രയും സമയം ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷമയോടുകൂടി വളരെ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരുന്ന സ്നേഹങ്ങളെ എല്ലാവർക്കും ആദ്യം നമസ്കാരം. ടീച്ചറുടെ മനോഹരമായ ഭാഷയിൽ ഇപ്പോൾ യമയെക്കുറിച്ച്, യമയുടെ കഥാലോകത്തെക്കുറിച്ച്, യമയുടെ കഥകൾ എന്ന് പറയുന്നത് ആകെ 3 പുസ്തകങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു മനുഷ്യൻ, അരിവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അത് ഒരു പെണ്ണ് എങ്ങനെ അതിജീവനം നടത്തുന്നു എന്ന് വളരെ മനോഹരമായി യമ അവതരിപ്പിക്കുന്നു. അത് അതിലും മനോഹരമായി ടീച്ചർ നമ്മിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ കൂടുതൽ മനുഷ്യനായി മാറുന്നത് എങ്ങനെയെന്ന് ടീച്ചർ വളരെ മനോഹരമായി പറഞ്ഞു വെച്ചു. ചിലയിടങ്ങളിലെങ്കിലും ചില നേരങ്ങളിലെങ്കിലും ഒക്കെ കണ്ണറിയാതെ നിറഞ്ഞുപോയി, ചില സമയങ്ങളിൽ ആവേശം കൊണ്ടു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് ഞാൻ എന്ന വ്യക്തി ടീച്ചറെ കേട്ടിരുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന ഇങ്ങനെ ഒരു സംസാരം നമ്മളോട് നടത്തിയ ടീച്ചറോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇത് ചെയർ ചെയ്ത ശ്രീ സുജിത് സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇത് പ്രസൻറ്റേഷൻ നൽകിയിട്ടുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ സഞ്ജീവ് സാർ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം കേട്ടിരുന്ന സ്നേഹങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, സ്നേഹം.